അല്ല സഹോദരൻ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. താങ്കൾ എന്നോട് ഇൻഷാ അല്ലാ പറയരുത് എന്ന് പറയാനിട്ട് വീഡിയോയിൽ താങ്കൾ എത്ര പ്രാവശ്യം ഇൻഷാ അല്ലാ പറഞ്ഞിട്ടുണ്ടെന്ന് നെട്ടി നോക്ക്. 1 മണിക്കൂർ 39 മിനിറ്റ് ടോക്കിനകത്ത് താങ്കൾ എത്ര പ്രാവശ്യം ഇൻഷാ അല്ലാ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്? താങ്കൾ എത്ര പ്രാവശ്യം അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്? താങ്കൾ എത്ര പ്രാവശ്യം അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്? അത് ശരി. അപ്പൊ താങ്കൾക്ക് എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ ആവർത്തിച്ച് പറയാം. ഞാൻ പറഞ്ഞ പാപം അല്ല, തർക്കശാസ്ത്രമാണ്, തർക്കശാസ്ത്രം. താങ്കൾക്ക് ഇതൊക്കെ ഇഷ്ടം പോലെ പറയാം. എന്നെ പഠിപ്പിക്കാൻ വേണ്ടി പറയരുതെന്ന് പറഞ്ഞ് താങ്കൾക്ക് ഇഷ്ടം പോലെ പറയാം. മാരിയോ പറഞ്ഞാൽ പാപം മാപ്പ് പറയണം. പഠിപ്പിക്കാനാണ് മാരിയോ പറയുന്നത്. ഇതെന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ താങ്കൾ ചെയ്തതുപോലെ ഞാനും ചെയ്യുന്നു. മാരിയോ ജോസഫ് ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഏത് മതഗ്രന്ഥങ്ങൾ എൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് ഇതിലേതാണ് ശരിയെന്ന് ചോദിച്ചാൽ ഓരോ മതഗ്രന്ഥത്തിലും ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും പാപത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും രക്ഷയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും അടിവരയിട്ട് വ്യക്തമാക്കി പഠിപ്പിച്ചിട്ട് ഇതിന്റെ കൺക്ലൂഷൻ ക്രിസ്തുവിൽ എത്തിച്ചിട്ട് ക്രിസ്തു മാത്രമാണ് ഭൂമിക്ക് മേലെ ആകാശത്തിന് കീഴെ മനുഷ്യന്റെ രക്ഷയ്ക്കുള്ള ഏക രക്ഷകനെന്ന് ബോധ്യപ്പെടുത്താൻ കഴിവുള്ളവനാണ് മാരിയോ ജോസഫ്. വിഗ്രഹങ്ങൾ കർപ്പിച്ച ഭക്ഷണ സാധനങ്ങളെ പറ്റിയാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ലോകത്തിൽ വിഗ്രഹമെന്നൊന്നില്ലെന്നും ഏകദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും നമുക്കറിയാം. ശിശുക്കൾക്കറിയില്ല. ഓൺലൈനിലൂടെ ഇങ്ങനെ ദൈവത്തെക്കുറിച്ച് പഠിക്കുന്നവർക്കൊന്നും വ്യക്തമായി അറിയില്ല. അത് ഓരോരുത്തർ തോന്നിയത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. പക്ഷെ അല്പം ആത്മീയതയുള്ളവൻ അറിയാം, വിഗ്രഹമെന്ന ഒന്ന് ഇല്ല, ഏകദൈവം മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ പറഞ്ഞില്ല, വചനം കൊണ്ട് ഞാൻ പറയുന്നു. എല്ലാവരെയും വളർത്താൻ വേണ്ടി സത്യങ്ങളൊക്കെ പച്ചക്ക് വിളിച്ച് പറയണം. പേടിപ്പിക്കുകയല്ല വേണ്ടത്. അത് വിഗ്രഹം ഇത് വിഗ്രഹം എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയല്ല വേണ്ടേ. ഇവരൊന്ന് വളരട്ടെ. ജനങ്ങൾ അവരുടെ വിശ്വാസത്തിലൊരു ബോധ്യം ഉണ്ടാവട്ടെ. അവർക്ക് ഇച്ചിരി കൂടി ഉറപ്പുണ്ടാവട്ടെ. ഏത് മതക്കാർ വന്നാലും ഒളിച്ചോടാൻ തോന്നാത്ത മക്കൾ നമുക്കുണ്ടാവണ്ടേ. മുസ്ലിം വന്നിട്ട് 2 ഡയലോഗ് അടിക്കുമ്പോൾ പുറകെ പോകുന്നത് ഇസ്ലാം എന്താണെന്ന് നമ്മുടെ പിള്ളേർ അറിയാത്തതുകൊണ്ടല്ലേ? പഠിക്കണ്ടേ? നിരീശ്വരവാദി വന്ന് 2 ഡയലോഗ് അടിച്ച് വിളിച്ച് കാണിക്കുമ്പോൾ അവരുടെ കൂടെ നമ്മുടെ പിള്ളേർ ഇറങ്ങിപ്പോകാൻ കാര്യം തന്നെ അവർക്ക് നിരീശ്വരവാദിത്വം എന്താണെന്ന് അറിയാത്തതുകൊണ്ടല്ലേ? പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പം മറ്റു മതങ്ങളെക്കുറിച്ച് നമ്മുടെ പിള്ളേർ പഠിക്കട്ടെ. അവരെല്ലാം പഠിച്ചിട്ട് നമ്മുടെ വിശ്വാസത്തിൽ ബോധ്യപ്പെടട്ടെ, വേരുറക്കട്ടെ. അവർ സഭയ്ക്ക് മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് ചിന്തിച്ച് പഠിപ്പിക്കുന്നവരെ തടുക്കാതിരിക്കുക. കൂടുതൽ പഠിപ്പിക്കാനുണ്ടെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക. പരസ്പരം എതിർക്കുന്നതിനും തർക്കിക്കുന്നതിനും പകരം നല്ല കാര്യങ്ങൾ എന്തുമാത്രം പഠിപ്പിക്കാൻ കിടക്കുന്നു. ഓം ശാന്തി. അയ്യോ, ഇവനെ കൊണ്ട് തോറ്റു, എന്തൊക്കെയാ പറയുന്നത് എന്നല്ലേ ചിന്തിക്കുന്നേ. മാരിയോ ജോസഫ് എന്ന ഞാൻ അസ്സലാമു അലൈക്കും എന്നും ഇൻഷാ അല്ലാ എന്നും അൽഹംദുലില്ലാ എന്നും പറഞ്ഞതിന് മാപ്പ് പറയണം, അല്ല എങ്കിൽ ഇസ്ലാമിലേക്ക് തിരിച്ചു പോകണം എന്ന് കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് കേട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഒരു ചോദ്യം, എനിക്ക് വല്ല ഓം ശാന്തിയൊക്കെ പറയാവോ? ഓം അകാരം ഉകാരം മകാരമാണ്. സൃഷ്ടി സ്ഥിതി സംഹാരം. സൃഷ്ടിക്കുന്നവൻ, പരിപാലിക്കുന്നവൻ, നശിപ്പിക്കുന്നവൻ എന്നൊക്കെ പറയും. ഏതോ ഒരു അർത്ഥത്തിലൊരു ട്രിനിറ്റിയൊക്കെ അതിനകത്തുണ്ട്. ശാന്തി എന്ന് പറഞ്ഞാൽ സമാധാനമാണ്. ഒറ്റവാക്കി പറഞ്ഞ ഓം ശാന്തി ദൈവത്തിൻ്റെ സമാധാനം എന്നാണ്. ഞാനൊരു ഭാരതീയനായതുകൊണ്ട്, ഇന്ത്യക്കാരനായതുകൊണ്ട് ഭാരതത്തിൽ വെച്ച് അങ്ങനെയൊക്കെ പറയായിരിക്കും അല്ലേ. ഇനിയിപ്പം അത് പറഞ്ഞതുകൊണ്ട് ഗർവാപ്പസി പൊക്കോണം എന്ന് പറയാൻ ഏതായാലും ഓർത്തോളുക. മാരിയോയ്ക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല, ഒരു കുറ്റബോധവും ഇല്ല. മാരിയോ വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അവസരം കിട്ടുമ്പോൾ പറയേണ്ട സ്ഥലങ്ങളിൽ, നടക്കുന്ന വഴിക്കൊക്കെ പറഞ്ഞു നടക്കുന്നല്ല, അവസരം കിട്ടുമ്പോൾ പറയേണ്ട സ്ഥലങ്ങളിൽ ഇനിയും പറയും. അസ്സലാമു അലൈക്കും, ഇൻഷാ അല്ലാ, അൽഹംദുലില്ലാ വീണ്ടും പറയും. അതൊന്നും തിരുത്തും എന്ന് ആരും കരുതേണ്ട. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. തുടക്കത്തിൽ എന്താ സബ്ജക്റ്റ് എന്നൊക്കെ പിടിയിട്ട് കാണുമല്ലോ. ഈ ക്ലാസ് 2 ഗ്രൂപ്പ് ജനങ്ങൾക്ക് ഗുണം ചെയ്യും. എൻ്റെ, അതായത് മാരിയോ ജോസഫ് ഫിലോക്കാലിയ എന്ന ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തവരും ഇതിനെ കാണുകയും ചെയ്യുന്ന 98% നല്ല മനുഷ്യരും 2% നിരന്തരം വിമർശിക്കുന്ന മനുഷ്യരും ഉള്ളതിൽ ഈ ക്ലാസ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് 2 വിഭാഗം ആളുകൾക്കാണ്. ഒന്ന്, കഴിഞ്ഞ ദിവസം ഞാൻ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന അറബിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അസ്സലാമു അലൈക യാ മറിയം എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന. അതേപോലെ തന്നെ ഞാൻ കാത്തലിക് കാൽഡിയൻ കുർബാന അറബിയിലുള്ളതും ഇടയ്ക്കിടയ്ക്ക് അതിൽ സിറിയൻ വാക്കുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും ഉമ്മുള്ള എന്ന് പരിശുദ്ധ അമ്മയെ വിളിക്കുന്ന ഭാഗവും അതുപോലെ തന്നെ തുടങ്ങുമ്പം തന്നെ ബിസ്മിൽ ആബി വല്ലിബിൻ വൽ റൂഹൽ ഖുദൂസ് എന്ന് പറയുന്ന ഭാഗമൊക്കെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 450 500ഓളം കമൻറ്റുകൾ അതിൻ്റെ കീഴിലുണ്ട്. അപ്പോൾ ഈ കമൻ്റ് അടിച്ച, ഇതിനെ വിമർശിച്ച ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ ക്ലാസ് ഗുണം ചെയ്യുക. രണ്ടാമത് ഈ ക്ലാസ് ഗുണം ചെയ്യുന്ന ആർക്കാന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്ത്യൻ അപ്പോളജറ്റിക് മലയാളിയായ ഒരാൾ വിദേശത്ത് നിന്ന് എനിക്ക് മറുപടി അയച്ചിട്ടുണ്ടായിരുന്നു, ഒരു പ്രസംഗം. അദ്ദേഹത്തിൻ്റെ ക്ലാസ് കേട്ട എല്ലാവർക്കും ഇത് ഗുണം ചെയ്യും. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ മിസ്റ്റർ സെബാസ്റ്റ്യൻ പുന്നക്കൽ അദ്ദേഹത്തിൻ്റെ
ക്ലാസ്സുകൾ, എനിക്കെതിരെയുള്ള ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം ഇത് തീർച്ചയായും ഗുണം ചെയ്യും. കാണണമെന്ന് വിനയമായ അഭ്യർത്ഥന. ബാക്കിയുള്ളവർ കാണാതിരിക്കുന്നതാണ് നല്ലത്. ഈ വിഷയത്തിനോട് താല്പര്യമില്ലാത്തവർ അത് അവോയ്ഡ് ചെയ്യുക. അതിൻ്റെ പേരിൽ എന്നോടൊരു വിഷമം തോന്നരുത് എന്ന് വിനയാഭ്യർത്ഥന. ആദ്യമേ ഞാൻ കാര്യം അവതരിപ്പിച്ചല്ലോ. എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞ 2 ഗ്രൂപ്പും, അതായത് ഞാൻ അപ്ലോഡ് ചെയ്ത അറബി 2 വീഡിയോകൾക്കും പരിശുദ്ധ നന്മ നിറഞ്ഞ മറിയമേ, കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയ്ക്കും അതുപോലെ തന്നെ സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥനയൊക്കെ ഉൾപ്പെട്ട പരിശുദ്ധ കുർബാനയുടെ ചില ഭാഗങ്ങൾക്കും എതിരെ കമൻ്റ് എഴുതിയവരും മിസ്റ്റർ പുന്നക്കലിൻ്റെ ക്ലാസ് കേട്ടവരുമൊക്കെ ഭൂരിഭാഗം കത്തോലിക്കരാകാൻ സാധ്യതയില്ല. എനിക്കറിയില്ല, എനിക്ക് വിധിക്കാൻ പറ്റില്ല. പക്ഷേ ഏതെങ്കിലും കത്തോലിക്കർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് നിവാരണം ചെയ്യുക, അതിനൊരു ക്ലാരിറ്റി കൊടുക്കുക എന്നത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് ഞാനിത് പറഞ്ഞു പറ്റും. അപ്പോൾ പ്രധാനമായും കത്തോലിക്കർക്കാണ്. അപ്പോൾ അകത്തോലിക്കർക്കില്ല എന്നൊരു ചോദ്യം വരും. അകത്തോലിക്കർക്കില്ല എന്ന ചോദ്യത്തിന് ഞാൻ വളരെ സിമ്പിളായിട്ടൊരു മറുപടി പറയാം. ഞാൻ മനസ്സിലാക്കിയ അകത്തോലിക്കർ ആരാണെന്ന് നിങ്ങൾക്കറിയാവോ? ചില അധികാരത്തിൻ്റെ കീഴിൽ നിൽക്കാൻ സാധിക്കാത്തവർ, സഭയുടെ അധികാരത്തിൻ്റെ കീഴിൽ നിൽക്കാൻ സാധിക്കാത്തവർ, പണം സ്വതന്ത്രമായി ഉപയോഗിക്കണം എന്നുള്ളവർ, അതുപോലെ തന്നെ ആശയങ്ങളും ഫ്രീഡവും സ്വാതന്ത്ര്യത്തോടെ ഉപയോഗിക്കണം എന്നുള്ളവർ. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കത്തോലിക്കനാണ്. എൻ്റെ മേലിൽ എൻ്റെ വികാരിയച്ഛനും, വികാരിയച്ഛൻ്റെ മേലിൽ നമ്മുടെ ബിഷപ്പിനും, ബിഷപ്പിൻ്റെ മേലിൽ ആർച്ച് ബിഷപ്പിനും, പിന്നെ സിനഡിനും, അങ്ങനെ റോമിന് വരെ ഒരു ചെറിയ അധികാരമുണ്ട് ആത്മീയ മേഖലയിൽ. ഇതിനെല്ലാം മറുതലിക്കുമ്പോൾ ഞാൻ സഭയിൽ നിന്ന് പുറത്താവും. അങ്ങനെ പുറത്തായി കഴിയുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരെ കൂട്ടി ഒരു ചെറിയ പള്ളി തുടങ്ങും. എൻ്റെതായ ഒരു പ്രാർത്ഥന ഗ്രൂപ്പ് തുടങ്ങും. ഇൻഡിപെൻഡൻറ്റ് ചർച്ച് എന്ന് പേരിടും. എന്നിട്ട് ഇതിങ്ങനെ കുറച്ച് ആളുകളൊക്കെ കൂടി വളരും. അവിടെ ഞാൻ തന്നെയാണ്, എനിക്കെന്ത് തോന്നി അതൊക്കെ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ് ജനങ്ങളെ ആ ഒരു അവസ്ഥയിലെത്തിക്കും. എന്നിട്ട് ഇത് വളർന്നിട്ട് ഇതിനൊരു ബ്രാഞ്ച് വരുമ്പോൾ ഞാൻ വേറൊരു പാസ്റ്ററിനെ വെക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ കീഴിൽ ഒരു 3-4 പാസ്റ്റർമാരായി. അപ്പോഴേക്ക് ഇത് വീണ്ടും കത്തോലിക്ക സഭ പോലെ ഒരു ഓർഗനൈസേഷൻ ആക്കേണ്ടി വരും. 3-4 പാസ്റ്റർ 3-4 പള്ളികളും ആകുമ്പോഴേക്ക് അവരുടെ കല്യാണത്തിന് നിയമങ്ങൾ വെക്കേണ്ടി വരും, അവരുടെ മാമോദിസക്ക് നിയമങ്ങൾ വെക്കേണ്ടി വരും, അവർക്ക് ആചാരങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. പതുക്കെ കത്തോലിക്ക സഭയുടെ പോലത്തെ ആചാരങ്ങളൊക്കെ തന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ തട്ടിക്കൂട്ടി ഇവർ ഉണ്ടാക്കും. ഏതായാലും ഇതും ഒരു ഓർഗനൈസ്ഡ് റിലീജിയനായിട്ട് മാറും. എല്ലാ പ്രൊട്ടസ്റ്റന്റ് സഭ ഇങ്ങനെ തന്നെയാണ്, അതിനകത്തുനിന്ന് ഒരു സംശയം വേണ്ട. പക്ഷേ ഇത് തുടങ്ങിയത് എവിടെ നിന്നറിയോ? ഒരു തരം മറുതലിപ്പിൽ നിന്നാണ്, പ്രൊട്ടസ്റ്റിൽ നിന്ന് തുടങ്ങിയത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരോട് എനിക്ക് ഒരുപാടൊന്നും പറയാനില്ല. ഞാൻ പ്യുവർലി ഫ്രം ദി ഹാർട്ട് ഒരു കത്തോലിക്കനായി നിന്നാണ് ഇവിടെ സംസാരിക്കുന്നത്. സഭയുടെ പഠനങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് എന്നിൽ മിനിമം ഒരു ബിഷപ്പെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്താനും മാപ്പ് പറയാനും തയ്യാറാണ് ഞാൻ. സഭയുടെ പഠനങ്ങളെ പിന്നീട് അങ്ങോട്ട് പഠിപ്പിക്കുകയുള്ളൂ. ഇതുവരെയും അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളൂ. എന്നെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. ഇതുവരെയും ആരും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. സർവശക്തനായ ദൈവത്തോട് എനിക്കെല്ലാ കാര്യത്തിലും നന്ദി പറയാനുണ്ട്. റബ്ബുൽ ആലമീൻ എന്ന അറബിയിൽ പറയും പ്രപഞ്ച സൃഷ്ടാവ്. യാഹ്വേ എന്നോ ഏലോഹിം എന്നോ ഏലി എന്നോ എന്ത് വിളിച്ചാലും, അധോനായി എന്നോ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. ഞാൻ ആ ദൈവത്തോട് നന്ദി പറയുന്നു, എനിക്കിങ്ങനെ ഒരു അവസരം ഇത് റെക്കോർഡ് ചെയ്യാനും നിങ്ങളോട് സംസാരിക്കാനും സാധിക്കുന്നതിൽ. ആ കൂട്ടത്തിൽ എനിക്ക് 2 വ്യക്തികളോട് നന്ദി പറയണം. ഒന്ന്, കാസ ടീമിൻ്റെ തുടക്കം അല്ലെങ്കിൽ അതിൻ്റെ നെടുന്തൂണായി മുന്നോട്ട് പോകുന്ന കെവിൻ പീറ്റർ സഹോദരനോട്. താങ്കൾക്ക് ക്രിസ്തുവിനോടുള്ള ഇഷ്ടവും സഭയോടുള്ള ഇഷ്ടവും ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തെ സംരക്ഷിക്കാനുള്ള തീഷ്ണതയെയും ഞാൻ ഒരുപാട് ആരാധനയോടെ നോക്കിക്കാണുന്ന ഒരാളാണ്. താങ്കളുടെ പിന്നിൽ 100% ശക്തിയായി ഞങ്ങളെല്ലാം ഉണ്ട്. ഫിലോക്കാലിയ ടീം മൊത്തം ഉണ്ട്, നോ ഡൗട്ട്. എവിടെയോ താങ്കൾ എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണക്കൊരു ക്ലാരിറ്റി ഈ വീഡിയോയിൽ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രണ്ടാമത് എനിക്ക് നന്ദി പറയാനുള്ളത് മിസ്റ്റർ സെബാസ്റ്റ്യൻ പുന്നക്കലിനോടാണ്. താങ്കളെയും താങ്കളുടെ പ്രവർത്തനങ്ങളെയും വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. എന്നെ നിങ്ങൾ എവിടെയോ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അള്ളാഹു ഖുറൈശി ദേവനാണെന്ന് സോഷ്യൽ മീഡിയയിൽ താങ്കൾ പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 13-14 വർഷം മുമ്പ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാലത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനെതിരെ എന്നോട് ശബ്ദിച്ചതും കുറേ സഭാധികാരികളാണ്. അത് ഞാൻ പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് ഞാൻ പിൻവലിച്ചിട്ടും 5-8 വർഷം മുമ്പ് 5-10 വർഷം മുമ്പ് വേറെ ആളുകൾ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിപ്പോഴും യൂട്യൂബിലുണ്ട്. സ്ക്രീൻഷോട്ട് ഇവിടെ ഇട്ടേക്കാ, കണ്ടോളൂ. ആ വീഡിയോ ഒന്ന് കാണുന്നത് താങ്കൾക്കും നല്ലതാണ്. അപ്പോൾ എവിടെയോ താങ്കൾ എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എവിടെയായിരിക്കും, എന്തായിരിക്കും തെറ്റിദ്ധാരണ എന്ന്. അത് തിരുത്തേണ്ടത് ആവശ്യമാണല്ലോ. എനിക്ക് ഈ 2 പേരോട്, ഞാനിപ്പോൾ പേരെടുത്ത് പറഞ്ഞ 2 വ്യക്തികളോടും ഇഷ്ടമുള്ളത് കൊണ്ടൊരു കാര്യം പറയാം. ലക്ഷ്യം നല്ലതാണ്, പക്ഷെ മാർഗം പലപ്പോഴും തെറ്റിപ്പോകുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ, നമ്മൾ പച്ച മലയാളത്തിലൊരു വാക്ക് പറയാറുണ്ട്, അമിതമായാൽ അമൃതം വിഷമാണെന്ന് പറയും. അമിതമായാൽ അമൃതവും വിഷമാണെന്ന് പറയും. ഇംഗ്ലീഷിലൊരു പഴമൊഴിയുണ്ട്, അത് ലത്തീനിൽ നിന്ന് വന്നതാണ്. വെർച്യു സ്റ്റാൻഡ്സ് ഇൻ ദ മിഡിൽ എന്ന് പറയും. നന്മ എപ്പോഴും മധ്യമാർഗത്തിൽ സഞ്ചരിക്കുന്നു. മനസ്സിലാവുന്ന ഭാഷ പറയാവേ. നമ്മൾ ഗൗതം ബുദ്ധനെ എടുക്കുക. ഗൗതം ബുദ്ധൻ സ്വന്തം ഭാര്യയെടുത്തും കൊച്ചിൻ്റെ അടുത്തൊക്കെ കിടന്നുറങ്ങുമ്പോഴാണ് ആത്മീയമായ ചിന്ത ഇങ്ങനെ തലക്കടിച്ചിട്ട് ദൈവത്തെ തേടിയുള്ളൊരു യാത്ര നടത്തുന്നു. ഒരു ബോധി വൃക്ഷത്തിൻ്റെ ചോട്ടിൽ ദൈവത്തെ തേടി ധ്യാനം ഇരിക്കുന്നു.
അദ്ദേഹം വെള്ളം പോലും കുടിക്കാതെ ധ്യാനിച്ച് അദ്ദേഹം ശോഷിച്ച് ബോധം കെട്ട് തറയിൽ വീഴുന്നു, മരണം മുന്നിൽ കാണുന്നു. ആ സമയത്ത് അതിലൂടെ പാലും കൊണ്ടുപോയ ഒരു സ്ത്രീ, ഓർമ്മ ശരിയാണെങ്കിൽ യശോദ, ഒരിച്ചിരി പാല് കൊണ്ടുപോയിട്ട് ഈ ബുദ്ധൻ്റെ വായിൽ ഒഴിച്ചു കൊടുത്തു. അതിങ്ങനെ നുണഞ്ഞ് ഇച്ചിരി ബോധം വെച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ സെല്ലുകളും ഒന്ന് പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ആദ്യമായി പ്രസംഗിച്ച ഒരു വാക്ക് പാലി ഭാഷയിൽ മജ്ജിം നിഖായ എന്നാണ്. മജ്ജിമ നിഖായ. ലിറ്ററലി അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാൻ പറ്റില്ല, പാലിയാണ്. പക്ഷേ മലയാളികളെല്ലാം പറയുന്നത്, അല്ലെങ്കിൽ സംസ്കൃതത്തിലൊക്കെ പലരും എഴുതി വെച്ചിരിക്കുന്നത് മധ്യമാർഗം എന്നാണ്. ബുദ്ധൻ അന്ന് അവിടെ ആദ്യം കിട്ടിയ ബോധോദയം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നിലും എക്സ്ട്രീം ആവരുതെന്നാണ്. ഇദ്ദേഹം എക്സ്ട്രീമായി ഉപവസിച്ചു, മരിച്ചു പോകുമായിരുന്നു. ഇച്ചിരി പാല് കിട്ടിയതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി. അപ്പോൾ എക്സ്ട്രീമായ ഉപവാസം മരണത്തിലേക്ക് നയിക്കും, എക്സ്ട്രീമായ തീറ്റയോ രോഗത്തിലേക്ക് നയിക്കും. അപ്പോൾ ഇതിനൊരു മധ്യമാർഗമുണ്ട്. ഈ പ്രപഞ്ചം മുഴുവനും നിലനിൽക്കുന്ന ഒരു മധ്യമാർഗത്തിൽ ഏതെങ്കിലും ഒരു ഗാലക്സി ഒന്ന് താളം തെറ്റിയാൽ മൊത്തം പൊഴിയും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പച്ചനും അമ്മച്ചും സഹോദരനും സഹോദരിയും ഒരു ബാലൻസിലാണ്. നിങ്ങളുടെ കൊളസ്ട്രോൾ ഒരളവിലാണ്, ഷുഗർ ഒരളവിലാണ്, പ്രഷർ ഒരളവിലാണ്. ഇത് ബാലൻസ് തെറ്റി കൊലാപ്സായ നമ്മളില്ലാണ്ടാവും. ദൈവം ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ബാലൻസിലാണ് സെറ്റിച്ചത്. അതുകൊണ്ട് ആത്മീയ കാര്യങ്ങളിലും ഒരു ബാലൻസ് ഇല്ല എങ്കിൽ, എക്സ്ട്രീമായി പോയാൽ, കംപ്ലീറ്റ് മെറ്റാഫിസിക്കലായാൽ അവരെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ പോയവരെ വിശുദ്ധരെന്ന് നമുക്ക് വിളിക്കാം, അങ്ങനെ പോയവർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പേരെടുത്ത് പറഞ്ഞ എൻ്റെ കൂട്ടുകാരുടെയും പ്രത്യേകത, അവരുടെ ഈ അപ്പോളജറ്റിക് മിഷനും അല്ലെങ്കിൽ സഭയെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കുന്നതും നല്ല കാര്യമാണെങ്കിലും അതിൻ്റെ ഉത്ഭവം മുസ്ലിമീങ്ങളോടുള്ള വെറുപ്പിൽ നിന്നാണെന്ന് ചിലപ്പോൾ തോന്നിപ്പോകുന്നു. അറബി എന്ന് കേൾക്കുമ്പോഴേക്ക് മുസ്ലിം വ്യാഖ്യാനിക്കുന്നു. അറബികളിൽ എന്ത് നല്ല വിശുദ്ധരായ ക്രിസ്ത്യാനികളുണ്ട്. ഞങ്ങളുടെ ഈ മിഷന്റെ പേര് തന്നെ ഫിലോകാലിയ എന്നുള്ളതാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ മരുഭൂമിയിൽ ഇസ്ലാം ഉത്ഭവിക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന അറബി വിശുദ്ധന്മാരുടെ ജീവചരിത്രമാണ്. തെറ്റിദ്ധരിക്കരുത്. മുഹമ്മദ് ഉണ്ടായത് 6-ാം നൂറ്റാണ്ടല്ല. അതിന് മുമ്പ് അറബി സംസാരിച്ചവരില്ലേ? അതിന് മുമ്പ് മല്ലായില്ലേ? അതിന് മുമ്പുള്ള എത്രയോ വിശുദ്ധന്മാരുടെ, അതായത് സിറിയൻ കാത്തലിക്, ഒന്നും കൂടെ പറഞ്ഞാൽ ആന്റിയോക്യൻ, ഒന്നും കൂടെ പറഞ്ഞാൽ ക്രിസ്ത്യാനി എന്ന പേര് വിളിക്കപ്പെട്ട നാട്ടിൽ തന്നെയുള്ള ഒരുപാട് കത്തോലിക്ക വിശുദ്ധരുടെ, അല്ലെങ്കിൽ അന്നത്തെ സഭയിലുള്ള വിശുദ്ധരുടെ പേര് അബ്ദുള്ളമാരായിരുന്നു. അപ്പോൾ ഈ അറബി എന്ന് കേൾക്കുമ്പോഴേക്കും ഇതെന്തോ ഒരു പൈശാചികമാണ് എന്നാണ്. എനിക്കൊരു കാര്യം അറിയാം, നിങ്ങൾക്ക് മുഹമ്മദിനോട് വെറുപ്പുണ്ടാകാം, അള്ളാഹയോട് വെറുപ്പുണ്ടാകാം, ഇവർ രണ്ടുപേരും ഉണ്ടാക്കിയ ടീച്ചിങ്ങിനോട് പൂർണ്ണമായും വെറുപ്പുണ്ടാകാം. അള്ളാഹ് എന്നത് മുഹമ്മദിൻ്റെ ഒരു സൃഷ്ടിയാണ്, ഒരു സംശയമില്ല. നല്ല വെറുപ്പുണ്ടാക്കാം. അത് ലോകത്ത് ആര് കേട്ടാലും മുഹമ്മദിൻ്റെയും അള്ളാഹിൻ്റെയും ആശയത്തോട് ഉള്ളിൽ ഭയങ്കര ദേഷ്യവും വിഷമമൊക്കെ തോന്നും, കറക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ. എൻ്റെ പൊന്നു കെവിൻ ബ്രദറെ, പൊന്നു സെബാസ്റ്റ്യൻ ബ്രദറെ, അതുകൊണ്ടാണല്ലോ ഞാനത് ഇട്ടിട്ട് 28 വർഷമായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇവിടെ വന്ന് നിൽക്കുന്നത് മാത്രമല്ല, നിങ്ങളെപ്പോലെയുള്ളവർ ഇങ്ങനെ എന്നെ വേട്ടയാടിയിട്ട് ഞാൻ പിടിച്ചു നിൽക്കുന്നത് അതുകൊണ്ടല്ലേ. അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? സങ്കടം കേട്ടാ, സത്യമായിട്ട് സങ്കടം കേട്ടോ. ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ഇടണമെന്ന് ഒരിക്കലും വിചാരിച്ചല്ല. നിങ്ങൾ പിന്നെയും വേട്ടയാടുമ്പോൾ പറയാതിരിക്കാൻ പറ്റുന്നില്ല. അത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ടേച്ച് വന്നത്. പക്ഷെ നിങ്ങളിപ്പോൾ കാണിക്കുന്ന വെറുപ്പുണ്ടല്ലോ, ഒരു ഭാഷയോടുള്ള വെറുപ്പ്, ഒരു സമുദായം മൊത്തം വെറുപ്പ്. ഈ പറയുന്ന അള്ളാഹ് ആരാന്നോ, അല്ലെങ്കിൽ ഈ പറയുന്ന മുഹമ്മദ് ആരാന്നോ, ഈ പറയുന്ന ഹദീസ് എന്താണോ, ഇതിൻ്റെ തഫ്സീർ എന്താണെന്നോ അറിയാത്തവരാണ് 80% മുസ്ലിമീങ്ങളും. അന്ധമായ ഒരു വിശ്വാസത്തിൽ പോകുന്നു. ഒരു കാര്യമില്ലാതെ അവരെ ഇത്രയും വെറുക്കുന്നത് എന്തിനാണ്? എനിക്കറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്. അതാണ് സുവിശേഷം. എന്നോട് പോലും നിങ്ങൾ ഇത്രയും വേട്ടയാടുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഇത്രയൊന്നും ധൈര്യത്തിൽ സംസാരിക്കാത്ത ഒരാളാണ്. ഈ കഴിഞ്ഞ കുറച്ച് വീഡിയോ ധൈര്യത്തിൽ സംസാരിക്കേണ്ടി വരികയാണ്. എന്തുകൊണ്ടാണ് എന്നെയും വേട്ടയാടുന്നത് നിങ്ങൾ? ഞാൻ ജനിച്ചു പോയത് ഒരു മുസ്ലിം കുടുംബത്തിലാണെന്നുള്ളതിൻ്റെ പേരിലോ? എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അതായത് എൻ്റെ മാതാപിതാക്കൾ മുസ്ലിം ആയത് എൻ്റെ തെറ്റാണോ? അതിനാണോ നിങ്ങൾ എന്നെ വേട്ടയാടുന്നത്? അപ്പോൾ ഒന്നും കൂടെ ചിന്തിക്കണം. ഒരുതരം എക്സ്ട്രീം വൈരാഗ്യത്തിൽ നിന്ന്, പ്രത്യേകമായ ഒരു മതവിഭാഗക്കാരോട് അല്ലാതെ, സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാ മുസ്ലിങ്ങളോടും അല്ല വൈരാഗ്യം. അള്ളാഹുവിൻ്റെയും മുഹമ്മദിൻ്റെയും ആശയത്തെ 100% സ്വീകരിച്ച് ഒരുതരം തീവ്രവാദികളായി പോകുന്ന പർട്ടിക്കുലർ മുസ്ലിമുകളോടാണ് വൈരാഗ്യം. ആ വൈരാഗ്യത്തിൻ്റെ പേരിൽ ഒരു സമുദായത്തെ മുഴുവനും കുറ്റപ്പെടുത്തുകയും ലോകം മുഴുവനും ആ സമുദായത്തിനെതിരെ തിരിക്കുകയും അതൊരു വലിയ ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാക്കാവുന്ന തരത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഒരു കത്തോലിക്കനായി എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ഉള്ള കാര്യം തുറന്നു പറയാം. ഒരു ഫിലന്ത്രോപ്പിസ്റ്റിക് ആശയമുള്ള, അല്ലെങ്കിൽ ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഈശോയെ സ്നേഹിക്കുന്ന, കാണപ്പെടുന്ന മനുഷ്യനെ സ്നേഹിക്കാത്തവന് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് പഠിപ്പിച്ച കർത്താവിനെ സ്നേഹിക്കുന്ന, നിന്റെ അയൽക്കാരൻ വിശക്കുന്നെങ്കിൽ ആഹാരം കൊടുക്കുക, അവൻ ഹിന്ദുവോ മുസ്ലിമോ ഒന്നും നോക്കരുത് എന്ന് പഠിപ്പിച്ച കർത്താവിനെ സ്വീകരിച്ച എനിക്ക് ഇത്രയും വിദ്വേഷ പ്രചരണങ്ങൾ, നോ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. എനിക്കത് പറ്റില്ല. വീണ്ടും പറയുന്നു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അല്ല വേറെ, ഞാൻ സമ്മതിച്ചു. അള്ളയും യഹോവയും തമ്മിൽ ഒരു ബന്ധമില്ലെന്നേ. മുഹമ്മദും ഈശോയും തമ്മിൽ പരിസരത്ത് കൂടെ പോകാൻ പറ്റില്ലെന്നേ. ബൈബിളിലുള്ള ഈശോയും ഖുർആനിൽ പറയുന്ന ഈസാ നബിയും തമ്മിൽ ക്യാരക്ടർ വൈസ് ഒരു ബന്ധമില്ലെന്ന്. ഇതൊക്കെ ഞാനും സമ്മതിക്കുന്ന കാര്യമാണെന്നേ.
അതല്ല എൻ്റെ പ്രശ്നം. വൈരാഗ്യമാവരുത് സുവിശേഷം എന്നത് മാത്രമാണ് എൻ്റെ പ്രശ്നം. ഇത്രയും പറഞ്ഞിട്ട് എനിക്ക് പരിശുദ്ധ കത്തോലിക്ക സഭയോടാണ് പറയാനുള്ളത്, പ്രത്യേകിച്ച് സഭ അധികാരികളോടാണ് പറയാൻ. ഞാൻ വെറും ഒരു വിശ്വാസിയാണ്. എനിക്ക് സഭയിൽ ഒരു പൊസിഷനും ഇല്ല, പൊസിഷനും വേണ്ട. ഞാനിപ്പോൾ വെറും ഒരു വിശ്വാസിയാണ്, ഒരു ഇടവകയിലെ ഒരു വിശ്വാസി. ആ വിശ്വാസിക്ക് പരിശുദ്ധ സഭയോട് പറയാനുള്ളത്, പരിശുദ്ധ സഭയ്ക്ക് ഒരു ബഹുസ്വരതയുടെ ശബ്ദമുണ്ട്. പരിശുദ്ധ സഭ ജീവിക്കുന്നത് വെറും ക്രിസ്ത്യാനികളുടെ ഇടയിൽ മാത്രമല്ല. സഭയുടെ ഇടയിൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, യഹൂദരുണ്ട്, നിരീശ്വര ബഹുസ്വരതയുടെ ഒരു നാട്ടിൽ, പ്രത്യേകിച്ച് ഭാരതത്തിൽ, ലോകത്തെല്ലാവിടെയും അങ്ങനെ തന്നെ. എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന, എല്ലാ മനുഷ്യരോടും കാരുണ്യം വിളമ്പുന്ന ഒരു സംഗതിയാണ് പരിശുദ്ധ സഭ. നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ലോകത്തിൻ്റെ പ്രകാശമാണ്. ഒരു നല്ല കത്തോലിക്കൻ എവിടെയുണ്ടോ ആ പരിസരത്തെല്ലാം വെളിച്ചമുണ്ടാവും. ആ വെളിച്ചം മുസ്ലിമിനും കിട്ടും, ആ വെളിച്ചം ഹിന്ദുവിനും കിട്ടും. ഒരു നല്ല കത്തോലിക്കൻ എവിടെയുണ്ടോ ആ പരിസരത്തെല്ലാം ഉപ്പുരുചി ഉണ്ടാവും, ജീവിതത്തിനൊരു സുഖം ഉണ്ടാവും. ആത്മഹത്യ ചെയ്യാൻ ചിന്തിക്കുന്നവർക്ക് ഇല്ല, എനിക്ക് ജീവിക്കാൻ പറ്റുന്നൊരു പ്രത്യാശ ഉണ്ടാവും. ഈ കത്തോലിക്കൻ ആരായിരിക്കും എന്നറിയോ? ആ പ്രത്യാശ നൽകുന്നവൻ ഒരു കത്തോലിക്കനായിരിക്കണം. കത്തോലിക്ക സഭയ്ക്ക് നല്ല ഒരു ബഹുസ്വരതയുണ്ട്, നല്ല കാരുണ്യത്തിൻ്റെ മുഖമാണ്. അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു വിനയ അഭ്യർത്ഥന പൊന്നുപിതാക്കന്മാരോട്, അഭിവന്യ പിതാക്കന്മാരോട് ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന, സത്യം പറയട്ടെ, ഒരു വൈദികൻ എൻ്റെ മുമ്പിൽ വന്നു, എൻ്റെ ഉമ്മയും എൻ്റെ മുമ്പിൽ വന്നാൽ ഞാൻ ആദ്യം ബഹുമാനിക്കുന്നത് ഒരു വൈദികനായിരിക്കും. കാരണം സ്വർഗത്തെയും ഭൂമിയെയും ഒന്നിപ്പിക്കുന്ന, അനുരഞ്ജനത്തിൻ്റെ കൂദാശ അർപ്പിക്കുന്ന വൈദികനാണ് എൻ്റെ അമ്മയെക്കാളും എനിക്ക് പ്രാധാന്യം. അതിനകത്തൊരു സംശയമില്ല. അത് ആത്മീയ അർത്ഥത്തിൽ മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും. എന്നിട്ടും ഞാൻ ആവർത്തിച്ച് വൈദികരോടും പിതാക്കന്മാരോടും പറഞ്ഞോട്ടെ, കത്തോലിക്ക സഭയ്ക്ക് ഒരു അപ്പോളജറ്റിക് ഡെസ്ക് വേണം. ഈ ബഹുസ്വരതയുടെ നാട്ടിൽ എല്ലാ മതങ്ങൾക്കും കത്തോലിക്കർക്കുണ്ടാകേണ്ട സമീപനം എന്തായിരിക്കണമെന്ന് വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു ബ്രാഞ്ച് ഉണ്ടായേ പറ്റൂ. ഇതിങ്ങനെ കടന്നുപോയാൽ താന്തോന്നിയായി ഓരോ പ്രഖ്യാപനങ്ങളും പഠനങ്ങളും പഠിപ്പിക്കുന്ന അകത്തോലിക്കരിലെ ചിലരുടെ പഠനങ്ങൾ നമ്മൾ അറിയാതെ കത്തോലിക്കരെ വിഴുങ്ങുകയും അത് സഭയ്ക്ക് ഭാവിയിൽ വലിയ ദോഷം ഉണ്ടാക്കുകയും ചെയ്യും. ഈ അടുത്ത നാളുകളിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിൽ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, സഭ താമസിയാതെ അങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തും, ഒഫീഷ്യലി ഏർപ്പെടുത്തുമെന്ന്. അത് നിർബന്ധിതമാണ്, കാലം അതിക്രമിച്ചു പോയി. അടുത്തത് എനിക്ക് കത്തോലിക്ക സഭയിലെ കരിസ്മാറ്റിക് ഗുരുക്കന്മാരോടാണ്. അത് ആത്മായരായും വൈദികരുമായ കരിസ്മാറ്റിക് ഗുരുക്കന്മാരോട്. എവിടെയോ അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു പ്രൊട്ടസ്റ്റന്റ് അകത്തോലിക്കരിലെ ചിലരുടെ സ്റ്റൈൽ, എല്ലാ പ്രൊട്ടസ്റ്റന്റുകാരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തല്ല, ഞാൻ എന്താ ഒരു മോശമായി ഒന്നും പറയുന്നില്ല, അതിൽ ചിലർ ആത്മീയത എന്ന് വിചാരിച്ചാൽ വെറും ഇമോഷണലായിട്ട് കൈതൊട്ട് പളവള പറയാ, ഒച്ച വെക്കുക, എന്നിട്ട് അവിടെ സുഖം ഇവിടെ സുഖം എന്ന് പറയുക, അത്ഭുതം നടത്തുക, കാശുണ്ടാക്കുക, ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ച് പോയ കുറേ പേര് നമ്മുടെ കരിസ്മാറ്റിക് ഗ്രൂപ്പിലുണ്ട്. എത്രത്തോളം എന്നറിയോ? പരിശുദ്ധ സഭയുടെ ലിറ്റർജിയിൽ മായം ചേർത്ത് അവർക്ക് തോന്നിയതുപോലെയുള്ള വാചിക പ്രാർത്ഥനയൊക്കെ ഉൾക്കൊള്ളിച്ച് ഒരു അപഹാസ്യമായി ലിറ്റർജി പോലും മാറ്റുന്ന ചില മഹാന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരോട് ഒരു വിനയ അഭ്യർത്ഥന, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും ചില അകത്തോലിക്ക ആശയങ്ങളെ ഇസ്ലാമിനോടുള്ള വെറുപ്പിൻ്റെ പേരിൽ കത്തോലിക്ക സഭയിൽ കൊണ്ട് കുടിയിരുത്തുമ്പോൾ അത് ഭാവിയിൽ നമ്മളുടെ മക്കൾക്കും ഈ ഭാരതത്തിൻ്റെ ബഹുസ്വരതയ്ക്കും വലിയ അപകടം സൃഷ്ടിക്കുമെന്നത് മറക്കരുത്. ഞാൻ ഇത്രയൊക്കെ സംസാരിക്കുമ്പോൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ചില കത്തോലിക്കരുണ്ട്. കത്തോലിക്കർ മാത്രമല്ല, പല മതക്കാരുണ്ട്, നിരീശ്വരവാദികളൊക്കെ ഉണ്ട്. ഫിലോകാലിയ ഫൗണ്ടേഷനെ സ്നേഹിക്കുന്ന ഒരു മതവും ഇല്ലാത്ത ഇഷ്ടംപോലെ മനുഷ്യരുണ്ട്. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. നിങ്ങളിൽ ചിലർ ചോദിക്കും, എൻ്റെ പൊന്നു ബ്രദർ ഇതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഈ സബ്ജക്റ്റൊക്കെ ഒന്ന് വിട്ടിട്ട് ഇപ്പോൾ ചെയ്യുന്ന എന്തുമാത്രം തിരക്കുള്ള മനുഷ്യനാണ്, അങ്ങയുടെ കാര്യം ചെയ്താൽ പോരെ. എത്ര പേര് അങ്ങനെ കമൻ്റ് ഇടുന്നത്? നിങ്ങളുടെ ഈ കമൻറ്റിന് നന്ദി, നിങ്ങളുടെ ഈ സ്നേഹത്തിന് നന്ദി. എനിക്ക് നിങ്ങളുടെ ഹൃദയം മനസ്സിലാവുന്നു. സർവശക്തൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഞാനിത് പറഞ്ഞേ പറ്റൂ. എന്താ കാര്യം എന്നറിയോ? രണ്ട് തരം പാപമുണ്ട്, സിൻ ഓഫ് കമ്മീഷൻ ആൻഡ് സിൻ ഓഫ് ഒമിഷൻ. അതായത് പ്രവൃത്തിയാലുള്ള പാപവും ഉപേക്ഷയാലുള്ള പാപവും, അങ്ങനെ രണ്ട് പാപമുണ്ട്. പ്രവൃത്തിയാലുള്ള പാപം എന്ന് പറഞ്ഞാൽ ദൈവം കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞു, കുടിച്ചാൽ അത് പ്രവൃത്തിയാലുള്ള പാപം. ദൈവം പറഞ്ഞു കള്ളു കുടിക്കരുത്, ഞാൻ പോയി കള്ളെടുത്ത് കുടിച്ചാൽ അത് പ്രവൃത്തിയാലുള്ള പാപം. ഉപേക്ഷയാലുള്ള പാപം എന്താണെന്നറിയോ? തൊട്ടടുത്തിന് ഒരുത്തൻ കള്ളു കുടിക്കുന്ന കാണുമ്പോൾ, എടാ മോനെ കള്ളു കുടിക്കരുതെടാ, ദൈവം വിലക്കിയതാണ് എന്ന് അവനോട് പറയുന്നതാണ്. പറയാതിരുന്നാൽ അതും പാപമാണെന്നും. ഞാൻ മോഷ്ടിക്കാതിരിക്കുന്നത് മാത്രമല്ല പാപം, എൻ്റെ ഒരു കൂട്ടുകാരൻ മോഷ്ടിക്കുന്ന കണ്ടാൽ താൻ മോഷ്ടിക്കരുതെന്ന് അവനോട് പറയുന്നതും, എന്നിട്ടും അവൻ മോഷ്ടിച്ചാൽ അവൻ്റെ അധികാര ആളെ അറിയിക്കുന്നതും അതിനുള്ള ശിക്ഷ അവന് വാങ്ങിക്കൊടുക്കുന്നതും ഒക്കെ എൻ്റെ കടമയാണ്. അത് ചെയ്തില്ലെങ്കിൽ അതും പാപമാണ്. എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ഇടയിലുള്ള ക്രിസ്ത്യാനിറ്റിയുടെ ബഹുസ്വരതയെ നശിപ്പിക്കുന്ന, കത്തോലിക്ക സഭയുടെ പഠനങ്ങളെയെല്ലാം താറടിച്ച് കാണിക്കുന്ന ചില പ്രവണത ചിലരിൽ വല്ലാതെ വളർന്നു വന്നപ്പോൾ അത് ചൂണ്ടിക്കാണിക്കേണ്ടത് എൻ്റെ കടമയാണ്. ഞാനത് ചെയ്തില്ലെങ്കിൽ അത് പാപമാണ്. അതുകൊണ്ട് എനിക്ക് ഈ ടോക്ക് ഇട്ടേ പറ്റൂ. എന്നെ സ്നേഹിക്കുന്നവരോട് പറയാനുള്ളൂ, നിങ്ങളിത് കാണണ്ട, നിങ്ങളത് കേൾക്കാത്ത പോലെ പൊക്കോളൂ. പിന്നെ എന്നെ ഇങ്ങനെ ഓരോരുത്തർ തെറി വിളിക്കുന്നില്ലല്ലോ, അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട, എനിക്കും വിഷമമില്ലല്ലോ. കാരണം ഈ അടുത്ത നാളുകളിൽ എന്നെ ഇങ്ങനെ ക്രിസ്ത്യൻ പേരിൽ ഓരോരുത്തർ നല്ല തെറി വന്നിട്ട് എഴുതുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഈശോ പറഞ്ഞിട്ടുണ്ട്,
എൻ്റെ നാമത്തെ പ്രതി മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് അപഖ്യാതികൾ പറയുമ്പോൾ നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുക. പച്ച മരത്തോട് ഇത്രയും ചെയ്തെങ്കിൽ ഉണക്ക മരത്തോട് എന്തൊക്കെ ചെയ്യും എൻ്റെ പൊന്നു മോനെ എന്നാണ് ഈശോയുടെ ചോദ്യം. അതുകൊണ്ട് തെറികൾ വായിക്കുമ്പോൾ എൻ്റെ ആനന്ദം കൂടുന്നു എന്നല്ലാതെ എനിക്ക് തിരിച്ച് ദേഷ്യമൊന്നും വരുന്നില്ലെന്നേ. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നവരോട് പറയും, ഇങ്ങനെയുള്ള കമൻറ്റ് കണ്ടിട്ട് നിങ്ങൾ സങ്കടപ്പെടുവോ, നിങ്ങൾ എന്നെ ആശ്വസിപ്പിക്കാൻ കമൻറ്റ് ഇടുവോ, ഒന്നും ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. താങ്ക് യു. എനിക്ക് എൻ്റെ അകത്തോലിക്കരായ ഇപ്പോൾ ഈ ഒരു മതവർഗീയത ഒരുപാട് സൃഷ്ടിച്ചെടുക്കുന്ന ആളുകളോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ബൈബിൾ ആരാ തന്നത്? നിങ്ങൾ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് മാരിയോയെ വെല്ലുവിളിക്കുന്നത് ബൈബിൾ ഇല്ലാത്തത് അവൻ പറയുന്നു, ബൈബിൾ ഇല്ലാത്ത അവൻ പറയുന്നു. നിങ്ങളുടെ കയ്യിൽ ആരാ ബൈബിൾ തന്നത്? ചുമ്മാ ഗൂഗിൾ ചെയ്ത് നോക്ക്, ഹു കോർഡിനേറ്റഡ് ദ ഫസ്റ്റ് ബൈബിൾ എന്നോ അല്ലെങ്കിൽ ഹു ക്രിയേറ്റഡ് വാട്ട് എവർ ഇറ്റ് മേ ബി, ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്ക്. പരിശുദ്ധ കത്തോലിക്ക സഭയാണ് ആദ്യം ബൈബിള് വൃത്തിക്കാക്കി റെഡിയാക്കി വെച്ചത്. എന്താ സംശയം? ഞാനിവിടെ ഇട്ടേക്ക സ്ക്രീൻഷോട്ട്. എന്നിട്ട് ഈ സഭ ക്രോഡീകരിച്ച് വെച്ച ബൈബിളിൽ നിന്ന് കുറച്ച് ആളുകൾ സഭയോട് ധിക്കരിച്ചവർ അവർക്ക് ഇഷ്ടമില്ലാത്ത കുറച്ച് പുസ്തകം അങ്ങോട്ട് കീറിക്കളഞ്ഞു. എന്നിട്ട് അവരുടെ ഇഷ്ടത്തിന് ഈ ബൈബിളിനെ അങ്ങോട്ട് തർജ്ജമ ചെയ്തു. പ്രൊട്ടസ്റ്റന്റ് ബൈബിൾ, സത്യവേദ പുസ്തകം എന്നും പറഞ്ഞ് എന്നെ വിമർശിക്കുന്നവരെ കൈ പിടിച്ച് ഉയർത്തിപ്പിടിക്കുന്ന ബൈബിൾ. ഞാൻ അതിനെതിരല്ല, ബൈബിളിനൊന്നും എതിരല്ല കേട്ടോ. വചനത്തെ ഞാൻ ഒരിക്കലും ഒന്നും പറയില്ല, ക്ഷമിക്കണം. പക്ഷെ ഞാനവിടെ ഒരു കാര്യം പറഞ്ഞു വരികയാണ്. മാരിയോ ജോസഫ് എന്ന ഞാനൊരു പുസ്തകം എഴുതി, 73 അധ്യായം ഉണ്ടായിരുന്നു. ഈ പുസ്തകം കൊണ്ടു നടന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ എന്നോടുള്ള വൈരാഗ്യത്തിൽ ആ പുസ്തകത്തിൽ നിന്ന് ഒരു 6 പുസ്തകം കീറി അങ്ങോട്ട് കളഞ്ഞിട്ട് അയാളുടെ അഡ്രസ്സ് വെച്ചിട്ട് ഈ സാധനം പ്രിന്റ് ചെയ്ത് വിറ്റാൽ അത് എങ്ങനെ ഇരിക്കും? ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്, ആലോചിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് അങ്ങനെ ഇവൻ പ്രിന്റ് ചെയ്യുമ്പോൾ ഞാൻ എവിടെയൊക്കെയോ ഗോഡ് ലോഡ് എന്ന് ഉപയോഗിച്ച സ്ഥലത്ത്, ദൈവം കർത്താവ് എന്ന് ഞാൻ ഉപയോഗിച്ച സ്ഥലത്ത്, ഈ പുതുതായിട്ട് എൻ്റെ പുസ്തകം മോഷ്ടിച്ചു കൊണ്ടുപോയി എഴുതവൻ യഹോവ 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 എന്ന് കൂട്ടിച്ചേർത്തിട്ട് ഒരു ഡിവിഷൻ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അവസാനം ഈ സാധനത്തെ കത്തോലിക്കരുടെ ബൈബിളിൽ കുത്തിക്കയറ്റാൻ വേണ്ടിയിട്ട് ഇവൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവസാനം ഈ യഹോവ എന്ന വാക്ക്, റിവീൽഡ് ദൈവത്തിന്റെ നാമം, ഈ ബൈബിളിനകത്ത് എങ്ങനെയെങ്കിലും തിരിക്കി വെക്കാൻ, കത്തോലിക്കരുടെ ബൈബിളിനകത്ത് തിരിക്കി വെക്കാൻ വേണ്ടി ഇവൻ അവസരം നോക്കിയിരിക്കുകയാണ്. അവസാനം മലയാളികളായ കത്തോലിക്കർക്കെല്ലാം ഈ ലവ് ജിഹാദ് വിഷയവും അതുപോലെ തന്നെ മറ്റു പല പ്രശ്നങ്ങളും വന്ന് മുസ്ലിമീങ്ങളോട് നല്ലൊരു വിഷമവും സങ്കടവും ഇരുന്ന സമയത്ത് പെട്ടെന്ന് മുസ്ലിമീങ്ങളുടെ രക്ഷകരായി അവതരിച്ച പ്രൊട്ടസ്റ്റന്റുകാര് അവരുടെ ബൈബിളിൽ കിടക്കുന്ന കുറെ ആശയങ്ങൾ കത്തോലിക്ക ബൈബിൾ അങ്ങോട്ട് കുത്തിത്തിരിക്കി വെക്കാമെന്ന് വിചാരിച്ചാൽ അത്ര മണ്ടന്മാരൊന്നുമല്ല കത്തോലിക്കര്. അങ്ങനെ തെറ്റിദ്ധരിക്കുകയും വേണ്ട. അല്പം ഒന്ന് ആലോചിച്ച് പഠിച്ചിട്ട് തന്നെ അതിന് തീരുമാനം എടുക്കുള്ളൂ. അത് ഒരാളല്ല, രണ്ടാളല്ല, കോടിക്കണക്കിന് മനുഷ്യരുണ്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും പഠിക്കാനും. ഇതിന് സഭയുടെ ഒരു മജിസ്റ്റേറിയം ഉണ്ട്, പഠിച്ചിട്ട് വേണ്ട തീരുമാനം എടുക്കും. അല്ലാതെ ആരോ ഒരാൾ സോഷ്യൽ മീഡിയ കിടന്നിട്ട് ഇനി ദൈവത്തെ ആരും ദൈവം എന്ന് വിളിക്കരുത്, കർത്താവ് എന്ന് വിളിക്കരുത്, അല്ലാഹ് എന്നൊന്നും വിളിക്കരുത്, വേറൊരു ഭാഷയിലും വിളിക്കരുത്, യഹോവ എന്ന് മാത്രമേ വിളിക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ, ലഹോവ എന്ന് ആദ്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്ത മാർട്ടിൻ ലൂതറിന്റെ സൂത്രം പാവപ്പെട്ട കത്തോലിക്കർക്ക് അറിയില്ലായിരിക്കും. പക്ഷേ എന്നെ വിമർശിച്ച സാറിന് നന്നായി അറിയാമല്ലോ അല്ലേ? ഞാനൊരു കാര്യം പറയാം. ലത്തീൻ ഭാഷയിലാണ് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തതെങ്കിൽ ലത്തീൻ വാക്കിലാണ് ദൈവത്തിന്റെ പേര് കൊടുത്തത്. സ്പാനിഷിലാണെങ്കിൽ സ്പാനിഷിലാണ് കൊടുത്തത്. ഹെസൂസ് എന്നും ജഹോവ എന്നും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മലയാളത്തിൽ വന്നപ്പോൾ ദൈവം എന്ന് കൊടുത്തു, അതുപോലെ അറബിയിൽ വന്നപ്പം അള്ളാഹ് എന്ന് കൊടുത്തു. അതിലെന്താ തെറ്റ്? അപ്പം നിങ്ങൾ പറയാൻ വരുന്ന വാക്ക് അത് കേൾക്കണം. വിമർശകരോട് പറയണം. നിങ്ങൾ പറയാം അള്ളാഹ് എന്നുള്ളത് ഒരു ഖുറൈശി ദേവന്റെ പേരായിരുന്നെന്ന് ബ്രദർ മാരിയോ തന്നെയല്ലേ 10-14 വർഷം മുമ്പ് പറഞ്ഞത്. പിന്നെ അള്ളാഹ് എന്ന പേര് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നു? തെറ്റില്ലാത്തതുകൊണ്ട് തന്നെ. ആ പേരിന്റെ ഉത്ഭവം ഒരു വിഗ്രഹത്തിൽ നിന്നായതുകൊണ്ട് അത് പൈശാചികമാണെന്ന് നമുക്ക് പറയാൻ അവകാശമില്ല. എന്താ അവകാശം? പറയുന്ന ഞാൻ അള്ളാഹ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം ആരെയാണ്? എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം യഹോവ എന്ന ഹീബ്രു വാക്കിന്റെ അറബിയിലേക്കുള്ള ട്രാൻസ്ലേഷൻ ആയിട്ട് ഞാൻ എടുക്കുകയാണെന്ന് കരുത്. യഹോവയ്ക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന എല്ലാ വിശേഷണങ്ങളും ഞാൻ ഉച്ചരിക്കുന്ന അള്ളാഹ് എന്ന വാക്കിന് ഞാൻ നൽകിയാൽ ആ വാക്ക് പറയുന്നതിൽ എന്താണ് തെറ്റ്? അല്ല, എന്നാലും അതിന്റെ ഉത്ഭവം അതൊരു വിഗ്രഹത്തിൽ നിന്ന്. ഓ, അതാണ് മറുപടിയെങ്കിൽ മറുപടി തരാം. നിങ്ങൾ തന്നെയല്ല കുറച്ച് നാൾ എൻ്റെ തലയിൽ കയറിയിട്ട് ബൈബിളിൽ പറയുന്ന യേശു വേറെ, ഖുർആനിലെ ഈസ വേറെ എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയത് ആണല്ലോ. കഴിഞ്ഞ ടോക്കണിൽ ഞാൻ മറുപടി പ്രതീക്ഷിച്ചു, ആരും ഒരു മറുപടിയും തന്നില്ല. ഞാൻ വ്യക്തമായി അത് പറഞ്ഞു, 2 വിശേഷണങ്ങളാണ് ഒരാളെന്ന്. ഇപ്പൊ ആർക്കും ഒന്നും മിണ്ടാനില്ല. എന്തായാലും നിങ്ങൾ അങ്ങനെ ഒരു പഠനം ഇടയ്ക്ക് കുത്തിക്കയറ്റി വിട്ടായിരുന്നു കത്തോലിക്കരുടെ ഇടയിൽ. എന്ത്? ഖുർആനിൽ പറയുന്ന ഈസാ നബി വേറെ, ബൈബിളിൽ പറയുന്ന യേശു ക്രിസ്തു വേറെ, രണ്ടും ഒരാളല്ല. എന്നാ ഒരു കാര്യം ചെയ്യ്, അതേ നിങ്ങൾ ഇങ്ങനെ അങ്ങ് പഠിപ്പിക്കുക. മുസ്ലിമീങ്ങളുടെ മതഗ്രന്ഥങ്ങളിൽ കാണുന്ന അള്ളാഹ് വേറെ, അത് മുഹമ്മദ് നബി ഉരുവാക്കിയ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ കാബയിൽ ഉണ്ടായിരുന്ന 360 വിഗ്രഹങ്ങളിൽ ഒരു വിഗ്രഹമായ അല്ലാത്തിനെയാണ് അള്ളയാക്കിയെന്നും മുസ മനാസയുടെ ഒക്കെ അപ്പനെയാണ് പിടിച്ചാക്കിയെന്നും ഇത് വേറൊരു അള്ളയാണെന്നും അങ്ങോട്ട് പഠിപ്പിച്ചോളൂ. ബൈബിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അള്ളയുണ്ടല്ലോ,
അതായത് അറബി ബൈബിളിലുള്ള അല്ല, ഇനി അല്ല എങ്കിൽ ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന അല്ല ഉണ്ടല്ലോ, അത് വേറെ. അത് ഏലോഹിമിൽ നിന്ന് ഉത്ഭവിച്ച, ആലാഹയിൽ നിന്ന് ഉത്ഭവിച്ച, ഇലാഹിൽ നിന്ന് ഉത്ഭവിച്ച അല്ല എന്നങ്ങ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ സുഹൃത്തെ. അല്ല, നമുക്ക് അങ്ങനെ കാട്ടിയാൽ പോലെ. ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് പ്രശ്നം ഉണ്ടാക്കി കത്തോലിക്ക സഭ മൊത്തം തെറ്റ് ചെയ്തു, മഹാപാപം എന്ന് വിധിക്കുന്നതിന് പകരം ഏതായാലും യേശുവും ഈസായും രണ്ടാന്ന് പറഞ്ഞ പോലെ മുഹമ്മദിന്റെ അല്ല വേറെ, മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പേ അറബിയിൽ ഉണ്ടായിരുന്നതും ബൈബിളിൽ കൂടിപെടിയതുമായ അല്ല വേറെ എന്നങ്ങ് പറഞ്ഞ പ്രശ്നം തീർന്നു. അത് ആലാഹയിൽ നിന്നുള്ള അല്ല, ഇലാഹിൽ നിന്നുള്ള അല്ല, ഇത് വേറെ അല്ല. എനിക്ക് മനസ്സിലാവാത്തത് ഈ മാരിയുടെ പുറകെ കൂടി എന്നെ കൊണ്ട് തെറ്റിദ്ധരിക്കുക എന്ത് വാശിയാണ്? ഈ വാശിയുടെ ആത്മാവ് എവിടുന്നാന്ന് എനിക്കിപ്പോഴും പിടികിട്ടിയിട്ടില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ ഇപ്പോഴും പറയുന്നു മുഹമ്മദിന്റെ സൃഷ്ടിയാണ് അല്ല, അതൊരു വിഗ്രഹമാണ്. ചിലരൊക്കെ ഗൂഗിളിൽ ഇത് ഈ കാണുന്ന രൂപം ഇട്ട് വെച്ചിട്ടാ പറയുന്നത് ഇത് അല്ലാന്ന്. എനിക്കറിയത്തൊന്നുമില്ല. എനിക്ക് അള്ളനെ ഇഷ്ടമല്ലെന്ന്. ആ അള്ളനെയും ആ മുഹമ്മദിനെയും ആ പഠനവും ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ക്രിസ്ത്യാനിന്ന്. 28 വർഷം, ഇന്നും ഇന്നലെയല്ല. എന്തുമാത്രം അപഖ്യാതികൾ. പെറ്റ ഉമ്മയെ കാണാൻ പറ്റാതല്ല ഞാൻ ഇന്നും ജീവിക്കുന്നത്. നിങ്ങൾ തന്നെ നോക്കി എന്തുമാത്രം കമന്റുകളാണ്, എന്തുമാത്രം തെറികളാണ് മുസ്ലിങ്ങൾ എഴുതുന്നത്. ഇതെല്ലാം സഹിച്ചു നിൽക്കുന്ന എന്നെ നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്? എൻ്റെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, നിങ്ങൾ വൈരാഗ്യം ഒരു ഭാഷയോട് കാണിക്കല്ലേ. അറബി എന്ന് പറയുമ്പോഴേക്ക് മുസ്ലിം എന്ന് ചിന്തിക്കല്ലേ. അള്ളാഹ് എന്ന് പറയുമ്പോഴേക്ക് അത് മുഹമ്മദിൻ്റെ അല്ല എന്ന് ചിന്തിക്കല്ലേ. മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു അള്ളയാണ് അറബികളുടെ ഇടയിൽ, സിറിയയിൽ ഒരു ആലാഹ, ഒരു ഏലോഹിം, ഒരു ഏലി, ഒരു ഇലാഹ്. അവിടെ എന്താ തെറ്റ്? എനിക്കിപ്പോഴും പിടിയിട്ടിട്ടില്ല. ഏലോഹേം. പിന്നെ നിങ്ങളെല്ലാം കൂടെ എൻ്റെ തല കയറുന്ന യഹോവാന്ന് വിളിക്കണം. തല കയറുമ്പോൾ തന്നെ ചോദിച്ചിട്ട് യഹൂദന്മാർ പോലും ഇപ്പം ധൈര്യമായിട്ട് യഹോവാന്ന് വിളിക്കുന്നില്ല. ഇപ്പോഴും റിവീൽഡ് ദൈവത്തിന്റെ നാമം അതിപരിശുദ്ധമാണെന്ന് മനസ്സിലാക്കിയിട്ട് യാഹുവേ എന്ന് വിളിക്കാനുള്ള ഭയം കൊണ്ട് വിറച്ചിട്ട് അവർ അദോനായ് എന്നാ ഇപ്പോഴും വിളിക്കുന്നേ. അദോനായ്. അവരിപ്പോഴും ശമാ ഇസ്രായേല, അദോനായ് എലോഹേം, അദോനായ് യഹോവ. എന്താണ് ഈ പെന്തക്കുസ്തുകാർക്ക് എത്രയും പെട്ടെന്ന് കത്തോലിക്കരുടെ ബൈബിളിൽ യഹോവനെ കൊണ്ട് വെക്കണമെന്ന് ഇത്ര വാശി? അത് അതിപരിശുദ്ധ നാമമാണ്. അത് ഉപയോഗിക്കേണ്ടടുത്ത് ഉപയോഗിച്ചാൽ മതി, എല്ലാവരും ഉപയോഗിക്കേണ്ടതല്ല. എൻ്റെ നാമം വെറുതെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞത് വെറുതെയാണ്. അപ്പൊ ഏതായാലും കത്തോലിക്കരായ എല്ലാ മനുഷ്യരോടും, ആത്മായരോടും, സുവിശേഷകരോടും, പ്രത്യേകിച്ച് കത്തോലിക്കരിൽ നിന്ന് അല്പം പെന്തക്കുസ്ത് ചായ്വ് തോന്നിയ കരിസ്മാറ്റിക്കാരോടും, അത് പ്രത്യേകിച്ച് വൈദികരോടൊക്കെ, എനിക്ക് പേരെടുത്ത് പറയാൻ മടിയുണ്ട് വൈദികരുടെ, അതുകൊണ്ടാണ് കേരളത്തിലെ പ്രഗത്ഭരായ ചില ധ്യാന ഗുരുക്കന്മാരോട് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറയാൻ, ഇസ്ലാം നമ്മളുടെ കുട്ടികളോട് കാണിച്ചത് മുഴുവൻ തെറ്റാണ്. ഇസ്ലാം ലോകത്ത് മുഴുവനും ക്രിസ്ത്യാനികളോട് കാണിക്കുന്ന ക്രൂരത ചിന്തിക്കാൻ പറ്റാത്തതാണ്. ഇസ്ലാമിൻ്റെ ആശയങ്ങൾ മുഴുവനും ക്രിസ്ത്യാനിറ്റിക്ക് വിരുദ്ധമാണ്, യഹൂദർക്ക് വിരുദ്ധമാണ്, ഏറ്റവും അധികം വെറുപ്പ് അവരോടാണ്. എന്നതിൻ്റെ പേരിൽ നമുക്ക് മുസ്ലിമീങ്ങളോട് വെറുപ്പുണ്ടാവുകയും നിങ്ങളെല്ലാം പിശാചിൻ്റെ മക്കളാണെന്ന് ചിത്രീകരിച്ച് അവരെ ഒരു നീചരായി പുറത്ത് കാണിക്കുകയും ചെയ്യുന്നത് കത്തോലിക്ക സഭയുടെ പഠനമല്ല. തീർച്ചയായും ആവർത്തിക്കുന്നു, അല്ല. മറിച്ച് സ്നേഹത്തിൽ അവരോട് സത്യം പറയുന്നവനാണ് കത്തോലിക്കൻ. പ്രത്യേകിച്ച് എനിക്കെതിരെ വീഡിയോ ഇട്ട ആളുടെ പ്രധാനപ്പെട്ട ഒരു കമന്റ് ഇങ്ങനെയാണ്: അസ്സലാമു അലൈക്കും എന്ന് താങ്കൾ പറയണ്ട, സലാമുൻ അലൈക്കും എന്ന് പറഞ്ഞോളൂ, അത് യേശുവും പറഞ്ഞതാണ്. അപ്പൊ താങ്ക് യു സെബാസ്റ്റ്യൻ ബ്രദർ, താങ്കൾക്ക് സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം. താങ്കൾ പറഞ്ഞത് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അത് ദി സലാമാണ്, അത് അള്ളാന്റെ സലാമാണ്. അത് എൻ്റെ മനസ്സിൽ ഒരിക്കലും ആ വിഗ്രഹമായ അള്ളയല്ല. എൻ്റെ മനസ്സിൽ ആ വിഗ്രഹം ഉണ്ടാകുന്നതിന് മുമ്പ് അറബികൾ ഉപയോഗിച്ച അള്ളയിലാണ്. ആ അള്ള ആലാഹയാണ്, യഹോവയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്തേ സംശയം? അതുകൊണ്ട് ഞാൻ അസ്സലാമു അലൈക്കും പറഞ്ഞാൽ, ഞാൻ നന്മ നിറഞ്ഞ മറിയമേ ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും യാ മറിയം എന്ന് ഞാൻ പറയും. എനിക്കതിനകത്ത് ഒരു തെറ്റും തോന്നിയിട്ടില്ല, തിരുത്തുമെന്ന് വിചാരിക്കേണ്ട. അല്ലെങ്കിലും ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാനൊരു വാക്ക് പറയുമ്പോൾ നിങ്ങളത് കേൾക്കുന്നു. നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് അർത്ഥം മനസ്സിലായി എന്നുള്ളത് നിങ്ങളുടെ പ്രശ്നമാണ്. ഐ റിപ്പീറ്റ്, ഞാനൊരു വാക്ക് പറയുന്നു, നിങ്ങളത് കേൾക്കുന്നു. ആ വാക്ക് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് നിങ്ങളുടെ പ്രശ്നമാണ്, എൻ്റെ പ്രശ്നമല്ല. സത്യമായിട്ട് എൻ്റെ പ്രശ്നമല്ല. എൻ്റെ പ്രശ്നം ഞാൻ എന്തുദ്ദേശിച്ചു എന്നുള്ളതാണ്. ഞാൻ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ ദ പീസ് ഓഫ് യാഹ്വേ ബി വിത്ത് യു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെങ്കിൽ അതിനകത്ത് എനിക്കൊരു കുറ്റബോധമില്ല. കേൾക്കുന്ന നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോന്നിയാൽ ഇറ്റ് ഈസ് അപ് ടു യു. മഞ്ഞ കണ്ണട വെച്ചവന് കാണുന്നൊക്കെ മഞ്ഞയല്ലേ, അത് എൻ്റെ കുഴപ്പമില്ലല്ലോ. വെറുപ്പ് മാത്രം ഹൃദയത്തിൽ നിറഞ്ഞ ആളുകൾക്ക്, ഒരു പർട്ടിക്കുലർ മതക്കാരോട്, പർട്ടിക്കുലർ പ്രത്യയശാസ്ത്രത്തോട് വെറുപ്പ് മാത്രം നിറഞ്ഞാൽ അവരെ കുറിച്ച് കേൾക്കുമ്പോൾ എല്ലാം നമുക്ക് വെറുപ്പേ വരുള്ളൂ. അത്ര ചിന്തിച്ചാൽ മതി. താങ്കളെക്കാൾ കൂടുതൽ അവരെ വെറുക്കേണ്ട ഒരാൾ ഞാനാണ്, പക്ഷെ ഞാൻ വെറുക്കില്ല. എൻ്റെ പ്രത്യേകത, ഒരുത്തനെ ഭൂതം പിടിച്ചെന്നറിഞ്ഞാൽ ഞാൻ ഭൂതത്തെ വെറുക്കാറുള്ളൂ. ഭൂതം ആരെ പിടിച്ചോ ആ മനുഷ്യനെ ഞാൻ വെറുക്കാറില്ല. ഹലോ,
ഒരുത്തൻ തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ ഞാൻ വെറുക്കാറുണ്ട്, തെറ്റ് ചെയ്തവനെ ഞാൻ വെറുക്കാറില്ല. കാരണം അവരെ തേടി വന്ന കർത്താവാണ് എൻ്റെ കർത്താവ്. രോഗികളെ തേടി വന്ന, ദരിദ്രരെ തേടി വന്ന, പാപികളെ തേടി വന്ന. ഞാനൊരു കാര്യം പറയട്ടെ, കാൽവരി കുരിശിലെ അവസാനത്തെ തുള്ളി രക്തം പോലും എൻ്റെ പൊന്ന് ഈശോ ചൊരിഞ്ഞത് നിങ്ങൾ ആരെയാണോ വെറുക്കുന്നത് ആ സമൂഹത്തിലെ മനുഷ്യർക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണല്ലോ സുലൈമാൻ ഇബ്ൻ അഹമ്മദ് മാരിയോ ജോസഫായിട്ട് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് വെറുപ്പിന്റെ സുവിശേഷത്തിൽ നിന്ന് അറബി വാക്കിനെ തന്നെ വെറുക്കുകയും അത് ഉപയോഗിക്കരുതെന്ന് പറയുന്നതിൽ ഒരു ന്യായവുമില്ല. ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. കത്തോലിക്കർ അത് ഉപയോഗിച്ചു, തെറ്റ് ചെയ്തു എന്നും പറഞ്ഞ് സഭയുടെ മേക്കിട്ട് കയറുമ്പോഴാണ് പ്രശ്നം. നിങ്ങൾ ഈ ചുളുവില് കത്തോലിക്ക സഭയിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ബൈബിളിലെ ടേംസ് എല്ലാം കൂടെ കുത്തിത്തിരിക്കി വെക്കാമെന്നുള്ളത് ഒരു വ്യാമോഹമാണ്, ഒരു സംശയം വേണ്ട. രണ്ടാമത് വിമർശിച്ച ആൾ എന്നോട് പറഞ്ഞത് ഇൻഷാ അല്ലാ എന്ന് താങ്കൾ പറയുമെങ്കിൽ അതുപോലെ തന്നെ ഇൻഷാ നാരായണ, അതുപോലെ തന്നെ ഇൻഷാ പരമേശ്വർ, ഇൻഷാ മഹാദേവ് എന്നൊക്കെ പറയാൻ തയ്യാറാവണം, അല്ലെങ്കിൽ താങ്കൾ ഇസ്ലാം മതത്തിലേക്ക് പൊക്കോണം എന്നാണ്. ഇസ്ലാം മതത്തിൽ പോകണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിച്ചോളും. ഇൻഷാ നാരായണ പറയണോ എന്നും ഞാൻ തീരുമാനിച്ചോളും. ഇനി മറുപടി പറയാം, പറയേണ്ടി വന്നാൽ പറയും. ഹലോ, പറയേണ്ടി വന്നാൽ ഇൻഷാ നാരായണ പറയേണ്ടി വന്നാൽ, ഇൻഷാ മഹാദേവ പറയേണ്ടി വന്നാൽ, ഇൻഷാ ലൂസിഫർ പറയേണ്ടി വന്നാൽ മാരിയോ പറയും. അപ്പൊ ചോദ്യം വരും, പറയേണ്ടി വരുമോ? അറിയില്ല. അപ്പൊ എങ്ങനെയെന്നുള്ളതിന് മറുപടി പറയാം. ഞാൻ ആഫ്രിക്കയിലെ ഒരു കാട്ടിൽ പോയി. അവിടെ ഞാൻ നോക്കുമ്പോൾ കുറേ മനുഷ്യന്മാർ അവർ ഒരു നാരായണനെ ആരാധിക്കുന്നു. അവരുടെ ദൈവത്തിന് അവർ പേരിട്ട നാരായണൻ എന്നാന്ന് വിചാരിക്കും. അല്ല, ലൂസിഫർ തന്നെയാന്ന് വിചാരിക്കും. അവരുടെ ദൈവത്തിന് പേരിട്ടിരിക്കുക ലൂസിഫർ. അപ്പൊ ഞാൻ ഈ കാട്ടിൽ ചെന്ന് ഈ മനുഷ്യരെ കണ്ടപ്പോൾ ഞാൻ പറയാണ്, ദൈവം അവനെ വെളിപ്പെടുത്തിയിട്ടുണ്ട്, പേര് യഹോവ എന്നാണ്. അപ്പൊ അവർ ഓക്കെ, ആ യഹോവക്ക് ആദ്യവും അന്തവും ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ ഈ ലൂസിഫർ എന്ന ദൈവത്തിന് ആദ്യവും അന്തവും ഇല്ല. ഓ, അങ്ങനെയാണോ? ഞാൻ പറഞ്ഞു, ഈ യഹോവ കാരുണ്യവാനാണ്. അപ്പം അങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ ഈ ലൂസിഫർ എന്ന് പറയുന്ന ദൈവം കാരുണ്യവാനാണ്. കേൾക്കുന്നുണ്ടോ പറയുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഈ യഹോവ നിത്യനാണ്. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ ഈ ലൂസിഫർ നിത്യനാണ്. അതായത് ഒരു കാട്ടിൽ ഒരു ജനത്തിൻ്റെ ഇടയിൽ ഞാൻ പോയി പെട്ടിരിക്കുകയാണ്. ഞാൻ യഹോവയുടെ എന്തെല്ലാം വിശേഷണം ഇവരോട് പറഞ്ഞു, അതൊക്കെ ഇവർ പറയാണ് ഞങ്ങളുടെ ഈ ദൈവം ലൂസിഫറാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ യഹോവ എന്നുള്ളതിനെ ഇവർക്ക് സെപ്പറേറ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ അവസാനം ഈ ലൂസിഫർ എന്ന് പറയുന്ന ഇവരുടെ ഈ ദൈവത്തിന് ഞാൻ യഹോവയുടെ വിശേഷണം കൊടുത്ത് പേരിട്ടു. എന്നിട്ട് ഈ യഹോവയുടെ പുത്രനാണ് യേശു എന്ന് പറഞ്ഞ് ഈശോയെ അവരുടെ അടുത്ത് പോയി പഠിപ്പിച്ചു. പരിശുദ്ധാത്മാവിനെ അവർക്ക് പഠിപ്പിച്ചു. അവർ ത്രിത്വൈക ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. പക്ഷെ അവർക്കറിയാവുന്ന ഏക ഭാഷയിൽ ദൈവത്തിൻ്റെ പേര് ലൂസിഫറാന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു ജനത്തിന്റെ ഇടയിൽ ഇന്ന് മാരിയോ പോയി പെട്ടാൽ ഇൻഷാ ലൂസിഫർ പറയും, സഹോദര പറയും. പക്ഷെ അങ്ങനെ ഒന്നും പെട്ടിട്ടില്ലല്ലോ. പെട്ടാൽ വല്ല ചൊവ്വാഗ്രഹത്തിലും അങ്ങനെ പോയി പെട്ടാലോ ഞാൻ പറയും. അങ്ങനെ ഒരു നാരായണന്റെ ഇടയിൽ പോയി പെട്ടാൽ ഞാൻ പറയും. അങ്ങനെ ഒരു മഹാദേവന്റെ ഇടയിൽ പോയി പെട്ടാൽ ഞാൻ പറയും. അങ്ങനെ പെട്ടതാണ് മുസ്ലിമീങ്ങളുടെ ഇടയിലെ അള്ളാഹ്. 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് കൊണ്ടുവന്ന് ഈ അള്ളാനെ, ഈ വിഗ്രഹത്തെ യഥാർത്ഥ അള്ളയാക്കി നിർത്തിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ ഇതല്ലാതെ ബാക്കിയെല്ലാം പൊക്കോട്ടെ എന്ന് പുള്ളി തീരുമാനിച്ചപ്പോൾ അതിനു മുമ്പേ ജനങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്ന ആലാഹയെ, ഏലോഹിമിനെ, ഇലാഹിനെ അവർ അള്ളയായി കണ്ടുപോയി. അങ്ങനെ അവരതിനെ ആരാധിച്ചു. ആ ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ പോയിട്ട് പിതാവായ ദൈവത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് അൽഹംദുലില്ലാന്നോ അല്ല എങ്കിൽ അസ്സലാമു അലൈക്കുംന്നോ ഇൻഷാ അല്ലാ എന്നോ ഒന്നും പറഞ്ഞതുകൊണ്ട് ഒരു നഷ്ടവും ആർക്കും സംഭവിക്കാൻ പോണില്ല സഹോദര. ഇനി എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ അല്ലാ എന്നുള്ളത് ഒരു വിഗ്രഹമാണ്, അതിൻ്റെ പേരാണ്, അത് ഖുറൈശി ദേവനാണ്, ആ പേര് നമ്മൾ ഉച്ചരിക്കരുത് എന്നാണല്ലോ പ്രശ്നം. ഉച്ചരിച്ചാൽ എന്തോ കുഴപ്പം? അന്യദൈവത്തിൻ്റെ പേരാവുന്നു. അങ്ങനെ ഒരു ദൈവമുണ്ടോ? അന്യദൈവം എന്ന് മറ്റൊരു ദൈവമൊക്കെ ഉണ്ടോ പുതിയ നിയമത്തിൽ? നിങ്ങൾ ഉടനെ പഴയ നിയമത്തിന് പലതും കോട്ടിയല്ല, അത് പഴയ പെന്തക്കോസ്ത് സ്വഭാവമാണ്. പുതിയ നിയമത്തിലേക്ക് പോവാ, അറിവിന് ഇച്ചിരി പരിണാമം വെക്ക്. നിങ്ങളുടെ പേടി എന്താ? അല്ലാ എന്ന പേര് ഉപയോഗിച്ചാൽ ജിന്നു കൂടും, പിശാച് കൂടും, ദുർബോധം കൂടും, പ്രേതം കൂടും എന്നൊക്കെയാണോ? അപ്പം നിങ്ങൾക്ക് സത്യത്തിൽ ഇപ്പം ആരെയാ വിശ്വാസം? ക്രിസ്തുവിനെയാണോ പിശാചിനെയാണോ? ക്രിസ്തുവിലും വലുതാണോ ഈ അല്ലാ? ഇവിടെ ക്രിസ്തുവിനെ ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്ന, മാമോദീസ സ്വീകരിച്ച് സ്ഥൈര്യലേപനം സ്വീകരിച്ച, ഉള്ളിൻ്റെ ഉള്ളിൽ ത്രിത്വൈക ദൈവം വസിക്കുന്ന ഞാൻ അല്ലാ എന്നൊരു വിഗ്രഹത്തെ പേടിച്ചു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഉള്ളിലുള്ള ദൈവത്തെയാണോ എനിക്ക് വിശ്വാസം, ആ വിഗ്രഹത്തെയാണോ എൻ്റെ പേടി? ആരെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? അപ്പോൾ സംഭവം ഭയങ്കര സുവിശേഷമാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ ഭർത്താവിനേക്കാൾ എന്തോ ശക്തി അവന്മാർക്കുണ്ട് എന്ന പേടിയല്ലേ? ആ പേടി ഒന്ന് മാറ്റുന്നത് നന്നായിരിക്കും.
അള്ളാന്ന് പറഞ്ഞതുകൊണ്ടൊന്നും തെറിച്ചു പോകുന്ന മൂക്കൊന്നും അല്ല കത്തോലിക്കരുടെ വിശ്വാസം. തുമ്മുമ്പം ധരിക്കുന്ന സാധനമൊന്നുമല്ല കത്തോലിക്കരുടെ വിശ്വാസം. ഉറച്ചവരാണ്. ആരാ കത്തോലിക്കരെന്ന് വിചാരം? ഈ മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പേ ഉത്ഭവിച്ചതാണ് നമ്മുടെ സഭ, സിറിയൻ സഭ. ഉത്ഭവിച്ചതെന്ന് മാത്രമല്ല, മുഹമ്മദിന്റെ ആളുകളും ഇന്ന് വരെ പുറകെ നടന്ന് വേട്ടയാടിയിട്ടും ഇന്നും പരിശുദ്ധ കുർബാന അറബിയിൽ ചെല്ലുന്ന സഭയാണ്. അല്പം എണ്ണം കുറഞ്ഞു പോയി, ഒരുപാട് കൊല ചെയ്തു പോയി, ഒരുപാട് ദ്രോഹം സഹിച്ചു പിടിച്ചു നിന്ന സഭയാണ്, രക്തത്തിൽ കുതിർത്ത സഭ. അതിന് തെളിവാണ് ഈ മാരിയോ ജോസഫ്. അല്ലെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ കാട്ടൊലിവായ ജനങ്ങളെ, വിജാതിയരെ നാട്ടൊലിവായ ക്രിസ്തുവുമായി ബെഡ് ചെയ്യാൻ നിങ്ങൾക്കെന്താ ഇത്ര മടി? മാരിയോ ജോസഫിന് ബെഡ് ചെയ്തതാണോ നിങ്ങൾക്ക് പ്രശ്നം? എൻ്റെ പൊന്നു സഹോദര, കേരളത്തിൽ ജനിച്ചതാണ്, മലയാളികളാണ് നിങ്ങളൊക്കെയെങ്കിൽ ഒരൊറ്റ ഒന്നും യഹൂദ പാരമ്പര്യം പറഞ്ഞ് നടക്കണ്ട. ഇല്ല, കഥ ഇങ്ങനെ ഉണ്ടാക്കാന്നേ ഉള്ളൂ. ക്നാനായക്കാർക്ക് ഒരു പക്ഷേ ഇച്ചിരിയെങ്കിലും പറയാൻ പറ്റും, സിറോ മലബാറുകാർക്ക് ആർക്കാ പറയാൻ പറ്റുക? ചുമ്മാ ഇങ്ങനെ കൊണ്ടുപോയി ഏതെങ്കിലും ഹൈന്ദവ തറവാടിൽ കൊണ്ടുപോയി മുട്ടിച്ചിട്ട് ഞങ്ങൾ അതാ ഇതാന്നൊക്കെ പറയാൻ ശ്രമിക്കും എന്നല്ലാതെ അബ്രഹാമിന്റെ മക്കൾ ഇസ്മായിലിന്റെയോ ഇസാഖിന്റെയോ പാരമ്പര്യം പറയാൻ എത്ര പേര് മലയാളികളോടത്ത് കാണും? എന്തോ ഒരു കാര്യം കൊണ്ട് എനിക്ക് പറയട്ടാ, ഇത് അഭിമാനമാണ്, അഹങ്കാരമല്ല, പറയാം. കാരണം എൻ്റെ പൂർവ്വപിതാക്കന്മാർ അന്ത്യോക്കിൽ നിന്നുള്ളവരാണ്, തുർക്കികളാണ്, ഇന്നത്തെ ഇസ്തംബൂളാന്നേ ഉള്ളൂ. അതുകൊണ്ട് അവിടെയൊക്കെ ഈ തുർക്കിയിലൊക്കെ ഇസ്ലാം കയറിയിട്ട് എത്ര വർഷമായുള്ളൂ? അതിൻ്റെ മുമ്പൊക്കെ അത് മുഴുവൻ ക്രിസ്ത്യൻ രാജ്യമല്ലേ. എന്തുകൊണ്ട് എൻ്റെ ഒരുപാട് മുമ്പുള്ള പൂർവികർ ക്രിസ്ത്യാനി ആയിക്കൂടാ? പോട്ടെ, എന്തുകൊണ്ട് യഹൂദരായിക്കൂടാ? അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ കാട്ടൊലിവും നാട്ടൊലിവും പറഞ്ഞിട്ടാണ് എന്നോട് വൈരാഗ്യം കാണിക്കുന്നതെങ്കിൽ അറിവില്ലായി കൊണ്ടെന്നേ ഞാൻ പറയുള്ളൂ. പഠനം കൊണ്ട് എന്നോട് വൈരാഗ്യം കാണിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, മുഹമ്മദിൻ്റെ അല്ല എൻ്റെ അല്ല അല്ല, എൻ്റെ യഹോവയല്ല. പക്ഷെ അറബി ബൈബിളിൽ പറയുന്ന അല്ല, ഞാൻ ആരാധിക്കുന്ന അല്ല തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ആരാധിക്കുന്ന യഹോവ തന്നെയാണ്. ഇതെൻ്റെ ഉദ്ദേശമല്ലേ, ഞാൻ പറയുന്ന വാക്കുകൊണ്ട് ഞാൻ ആരെ ഉദ്ദേശിക്കുന്നു? ഒരു പർട്ടിക്കുലർ മതത്തോടുള്ള വെറുപ്പ് കൊണ്ട് അങ്ങനെയാണ് ദൈവം എന്നുള്ള മലയാളം വാക്ക് ഉപയോഗിക്കാൻ പാടില്ല, ഈശ്വരൻ എന്നുള്ള മലയാളം വാക്ക് ഉപയോഗിക്കാൻ പാടില്ല, ദേവൂസ് ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെയാണ് ഹെസൂസ് ഉപയോഗിക്കാൻ പാടില്ല, ജെസൂസ് ഉപയോഗിക്കാൻ പാടില്ല, ജീസസ് ഉപയോഗിക്കാൻ പാടില്ല. പല ഭാഷയിൽ നിന്ന് ഒന്നല്ലേ, ഒറിജിനൽ എടുക്ക്, യാക്ഷുവ എന്ന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, യഹോവ എന്ന് മാത്രം. അങ്ങനെയൊക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞ ഒരു കുടിസ് ചിന്തയിൽ നിന്നുണ്ടാവുന്നതാണ്. അതായത് ദൈവത്തോടുള്ള, ഈശോയോടുള്ള സ്നേഹം മുറ്റിയിട്ട് ബാക്കി മനുഷ്യരെല്ലാം വെറുക്കുന്ന വെറുപ്പിൻ്റെ ആത്മാവ് നമ്മൾ അറിയാതെ ഉള്ളിൽ കയറി പിടിച്ചതാണ് സഹോദര. ആ വെറുപ്പിൻ്റെ ആത്മാവിന് ആത്മാർത്ഥമായിട്ട് ഒന്നങ്ങോട്ട് പുറത്തിറക്കിയിട്ട് തീരാവുന്ന വിഷയമേ ഉള്ളൂ. ഇതൊക്കെ തെറ്റിദ്ധരിക്കരുത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പച്ചൻ അമ്മച്ചിയോട്, സഹോദരനോട് ഞാൻ പറയുന്നു, ലൂസിഫറും അല്ലായെങ്കിലും മറ്റു വാക്കുകളൊക്കെ ഇപ്പോൾ ശാത്താൻ്റെയുമാണ്, അന്യദൈവങ്ങളുടേതാണ്, ദേവതമാരുടേതാണ്. ഇതൊന്നും ആരും ഉപയോഗിക്കണമെന്നോ നിങ്ങൾ ഉപയോഗിച്ചേ പറ്റൂ എന്നൊന്നും ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. ദുർവ്യാഖ്യാനം ചെയ്യരുത്. അങ്ങനെ ഒരു ദുർവ്യാഖ്യാനം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ആവർത്തിച്ച് പറയുന്നു, അങ്ങനെ ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. പക്ഷേ അല്ലാ എന്നുള്ള വാക്ക് മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പ് തന്നെയും ഉപയോഗിക്കപ്പെടേണ്ടി വന്നതുകൊണ്ടും അതുകൊണ്ട് ഉദ്ദേശിച്ചത് യഹോവയായിരുന്നതുകൊണ്ടും ഒരു തെറ്റുമില്ല. അതിപ്പോഴും അവർ ഉപയോഗിക്കുന്നു, അത് ഉപയോഗിച്ചോട്ടെ. മാത്രമല്ല, ബൈബിൾ, കത്തോലിക്കരുടെ ബൈബിൾ, POC ബൈബിൾ മൊത്തം തെറ്റാണെന്നും അതിനകത്ത് ഇനി എല്ലാം ദൈവം എന്നുള്ളിടത്ത് യഹോവ എന്ന് കൂട്ടിച്ചേർക്കണമെന്നും വാശി പിടിക്കുന്ന പെന്തക്കുസ്താരുടെ വാശിയെ, ഇത് മാർട്ടിൻ ലൂതർ തുടങ്ങി വെച്ച വാശിയാണ്. ഇപ്പോഴും അത് വളരെ സൂത്രത്തിൽ ഇസ്ലാം വൈരാഗ്യത്തിൻ്റെ പേരിൽ കത്തോലിക്ക സഭയിൽ ഇടർച്ച ഉണ്ടാക്കാൻ വേണ്ടി വരുന്നതാണ് എന്ന് കത്തോലിക്കർ തിരിച്ചറിയണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കേരളീയരാരും കിടന്ന് അസ്ലാം അലൈക്കും പറയണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. സലാമുൻ അലൈക്കും പറയണ്ട, നിങ്ങൾക്ക് സമാധാനം പറഞ്ഞാൽ മതി, ദൈവത്തിന് സ്തുതി പറഞ്ഞാൽ മതി, ദൈവം തിരുമനസ്സായാലെന്ന് മലയാളത്തിൽ തന്നെ പറഞ്ഞാൽ മതി. പക്ഷേ ഈ അറബികളോടുള്ള, അല്ലെങ്കിൽ അറബികളോട് വൈരാഗ്യമേ തെറ്റാണ്. കാര്യം അറബികൾ ഇഷ്ടം പോലെ ക്രിസ്ത്യാനികളുണ്ട്, വിശുദ്ധരുണ്ട്. ചരിത്രത്തിൽ മുഴുവൻ ഫിലോക്കാലി വായിച്ച മുഴുവൻ അറബി വിശുദ്ധന്മാർ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്ന് കൽദായ കുർബാന ചെല്ലുമ്പോൾ ഈ കുർബാനയിലുള്ള പ്രധാനപ്പെട്ട പാട്ടുകൾ പോലും മാർ അപ്രേമിനെ പോലെയുള്ളവരിൽ നിന്നുള്ളതാണ്, മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇതിനെയൊക്കെ നിഷേധിക്കുമ്പോൾ സഭയെ തകർക്കുക എന്ന ശാത്താൻ്റെ ഗൂഢലക്ഷ്യം ഈ ചില അപ്പസ്റ്റോളജിക് മിഷണറിമാരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മറക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. എനിക്കതേ പറയാനുള്ളൂ കത്തോലിക്കരോട്. നിങ്ങൾക്ക് ഇസ്ലാമിനോട് ഇഷ്ടക്കുറവുണ്ടാകാം, ഇസ്ലാമിൻ്റെ ആശയങ്ങൾ തള്ളിക്കളയണം, അതിനകത്ത് ഒരുപാട് പൈശാചികത ഉണ്ടെന്നുള്ളത് മറക്കരുത്. അത് അങ്ങനെ തിരസ്കരിച്ച ഒരാളാണ് മാരിയോ. പക്ഷെ എന്നും പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ വെറുക്കുകയും അതിൻ്റെ പേരിൽ ഈ വാക്കുകളെല്ലാം അപ്പാറപ്പെടുത്തുകയും തള്ളിക്കളയുകയും കത്തോലിക്കർ മുഴുവനും തെറ്റാണെന്നുള്ള കുപ്രചരണം നടത്തുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശ ലക്ഷ്യം എന്തെന്ന് തിരിച്ചറിയണമെന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് തിരിച്ചറിഞ്ഞ് തിരുത്താൻ സാധിക്കുന്നത് മാരിയോയ്ക്കല്ല, പരിശുദ്ധ കത്തോലിക്ക സഭ ഒരു അപ്പോളജറ്റിക് ഡെസ്ക് സ്ഥാപിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന വിഷയം മാത്രമേ ഉള്ളൂ. കാത്തലിക് ഡിഫൻഡേഴ്സിൻ്റെ കുറച്ച് ആളുകളുണ്ടെങ്കിൽ ഈ പ്രശ്നം തീരും. പിന്നെ എന്നെ വളരെയധികം കുറ്റപ്പെടുത്തി പറയുന്നത് ഞാൻ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഇടയിൽ ഖുർആൻ കോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതെ,
ഞാൻ സുവിശേഷം പറയുമ്പോൾ ഖുർആനും കോട്ട് ചെയ്തിട്ടുണ്ട്, ഗീതയും കോട്ട് ചെയ്തിട്ടുണ്ട്, മഹാഭാരതം കോട്ട് ചെയ്തിട്ടുണ്ട്, പുരാണങ്ങൾ കോട്ട് ചെയ്തിട്ടുണ്ട്, ഇതിഹാസങ്ങൾ കോട്ട് ചെയ്തിട്ടുണ്ട്, തൽമൂദ് കോട്ട് ചെയ്തിട്ടുണ്ട്, ത്രിപിതകം കോട്ട് ചെയ്തിട്ടുണ്ട്, ആദിധമ്മ പിതകം കോട്ട് ചെയ്തിട്ടുണ്ട്, ശ്രീ ഗുരു ഗ്രന്ഥ സാഹിബ് കോട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ തിരുക്കുറൾ കോട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടുന്നതെല്ലാം കോട്ട് ചെയ്യുകയും ചെയ്യും. ഹലോ, ഞാൻ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഇടയിൽ മറ്റു മതത്തിൽ നിന്ന് കോട്ട് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ ഇനിയും കോട്ട് ചെയ്യും. നിങ്ങൾ എത്ര തുള്ളിക്കളിച്ചിട്ടും ഒരു കാര്യമില്ല, സത്യമായിട്ടും കോട്ട് ചെയ്യും. താല്പര്യമുള്ളവർ കേട്ടാൽ മതി. സോഷ്യൽ മീഡിയയിൽ ആർക്കും കേൾക്കാമല്ലോ, താല്പര്യം. എന്തിനാ അങ്ങനെ? അതൊരു ഇടർച്ചയല്ലേ? ഒരിടർച്ചയില്ല. നിങ്ങൾക്കാണ് ഇടർച്ച. നിങ്ങൾക്കാണ് ഇടർച്ച. ഖുർആനിലെ ഒരു വാക്ക് കേട്ടിട്ട് തീരാവുന്ന വിശ്വാസമാണ് ക്രിസ്ത്യാനിയുടേതെങ്കിൽ അവൻ്റെ വിശ്വാസത്തിൽ ഉറപ്പില്ല, വേരില്ല. ഗീതയിലെ ഒരു വാക്ക് കേൾക്കുമ്പോൾ തീരാവുന്ന വിശ്വാസമാണ് ക്രിസ്ത്യാനിയുടേതെങ്കിൽ അവൻ്റെ വിശ്വാസത്തിന് ഉറപ്പില്ല. അപ്പൊ എനിക്കല്ല പ്രശ്നം, നിങ്ങൾക്ക് വിശ്വാസത്തിന് ഉറപ്പില്ലാത്തതാണ് പ്രശ്നം. നിങ്ങളുടെ ഉള്ളിൽ സംശയമുള്ളതാണ് പ്രശ്നം. അള്ളയാണോ, മുരുകനാണോ, കൃഷ്ണനാണോ, അയ്യപ്പനാണോ, കാളിയാണോ, യഹോവയാണോ? ഈ സംശയമാണ് പ്രശ്നം. എനിക്കാ സംശയമില്ല. അതുകൊണ്ട് ഞാൻ കോട്ട് ചെയ്യുന്നു മാത്രമല്ല, എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന കത്തോലിക്കരായ ചെറുപ്പക്കാരോട്, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റുകാരായ ചെറുപ്പക്കാരോട്, ഇനി അല്ലെങ്കിൽ ഏത് ക്രിസ്ത്യാനികൾ എൻ്റെ മുമ്പിൽ വന്നിരുന്നാലും സകല മതഗ്രന്ഥങ്ങളിൽ നിന്നുമുള്ള ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പഠിപ്പിച്ചിട്ട് അതിന്റെ കംപ്ലീഷനും പരിപൂർണതയും യേശു ക്രിസ്തുവിലാണെന്ന് ഉച്ചൈശ്വരം പ്രഖ്യാപിക്കാൻ ധൈര്യമുള്ള പ്രഭാഷകനാണ് മാരിയോ ജോസഫ്. ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഏത് മതഗ്രന്ഥങ്ങൾ എൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് ഇതിലേതാണ് ശരിയെന്ന് ചോദിച്ചാൽ ഓരോ മതഗ്രന്ഥത്തിലും ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും പാപത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും രക്ഷയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും അടിവരയിട്ട് വ്യക്തമാക്കി പഠിപ്പിച്ചിട്ട് ഇതിന്റെ കൺക്ലൂഷൻ ക്രിസ്തുവിൽ എത്തിച്ചിട്ട് ക്രിസ്തു മാത്രമാണ് ഭൂമിക്ക് മേലെ ആകാശത്തിന് കീഴെ മനുഷ്യന്റെ രക്ഷയ്ക്കുള്ള ഏക രക്ഷകനെന്ന് ബോധ്യപ്പെടുത്താൻ കഴിവുള്ളവനാണ് മാരിയോ ജോസഫ്. അതുകൊണ്ട് ഞാൻ ഇനിയും കോട്ട് ചെയ്യും. ഈ ഒരു കരുത്തിലേക്കും ധൈര്യത്തിലേക്കും ക്രിസ്ത്യാനികളെ നയിക്കാൻ ഒരു വിശ്വാസമില്ലാതെ ചുമ്മാ കലകലാന്ന് കയ്യും കൊട്ടി ജനങ്ങളെ പറ്റിച്ച് നടക്കുന്ന നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ ആ ദേഷ്യം മനസ്സിൽ വെച്ചോളൂ. ആ ദേഷ്യം അനുസരിച്ച് ആ ദേഷ്യത്തിന്റെ ആഴം അറിയാവോ? നിങ്ങൾ എഴുതുന്ന കമന്റുകൾ വായിച്ചാൽ മതി. കായും മായും ചേർത്തിട്ട് ഏത് കർത്താവ് പഠിപ്പിച്ചാന്ന് എനിക്കറിയില്ല ഈ വാക്കുകൾ. ഞാൻ ഇന്ന് വരെ ഒരു ഡിക്ഷണറിയിലും കാണാത്ത വാക്കുകളാണ് എനിക്കെതിരെ തെറിയായി എഴുതുന്നത്. ഇതാണ് സംസ്കാരം, ഇതാണ് വിശ്വാസം. പിന്നെ എന്തു പറയാൻ? കുറ്റപ്പെടുത്തുന്നതല്ല, തിരുത്താനൊരവസരം. എന്നെ തിരുത്തിക്കാന്ന് പറഞ്ഞ് ഓടുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞു പോവാം. സത്യമായും പരിശുദ്ധ സഭയിലെ ഏതെങ്കിലും പഠനത്തിന് ഞാൻ എതിര് നിന്ന് എന്ന് തെളിവ് സഹിതം വന്നാൽ ഞാൻ തിരുത്തും, ഞാൻ മാപ്പ് പറയും. എനിക്ക് അങ്ങനെ ഒരു മടിയുള്ള വ്യക്തിയല്ല. ആരോടും മാപ്പ് പറയാനോ തെറ്റ് തിരുത്താനോ തെറ്റേറ്റു പറയാനോ പരസ്യമായി പറയാനോ ഒരു മടിയുള്ള ആളല്ല മാരിയോ. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. മാരിയോയുടെ പ്രശ്നം എനിക്ക് ബോധ്യമില്ലാത്തൊരു കാര്യവും കത്തോലിക്ക സഭ പഠിപ്പിക്കാത്തൊരു കാര്യവും ഞാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ തലയിൽ കയറുമ്പോൾ അത് സഹിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. ചാരിറ്റബിൾ ട്രസ്റ്റ് പറഞ്ഞതാ, ഒരു തെറ്റുമില്ല. 10-27,000 ട്രസ്റ്റുകൾ ബാൻ ചെയ്തത് ഇന്ത്യയിൽ അതുകൊണ്ട് തന്നെയാണ്, ചാരിറ്റബിൾ ഉണ്ടായതുകൊണ്ടാണ്. നാളെ മാരിയോയ്ക്ക് എങ്ങനെ സംഭവിച്ചാൽ മാരിയോയും പൂട്ടിപ്പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഈ ഫിലോക്കാലി ഫൗണ്ടേഷന് പൂട്ടിപ്പോകണം തെറ്റ് ചെയ്താൽ ഞാൻ അത് ആഗ്രഹിക്കുന്ന ആളാണ്. പിന്നെ എന്താണ് പ്രശ്നം? അതുകൊണ്ട് പ്രത്യേകമായ ഒരു മതത്തിനോടുള്ള, മതത്തിന്റെ പ്രത്യേക ശാസ്ത്രത്തോടുള്ള വെറുപ്പ് ദയവ് ചെയ്ത് മാരിയോട് ഇനി പ്രകടിപ്പിക്കല്ലേ. ആ ഒരു വെറുപ്പ് കത്തോലിക്ക സഭയിൽ കത്തോലിക്കരായ ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന, കുറേ ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന അറബി ഭാഷയോട് കാണിക്കല്ലേ. അവർ ചെയ്തതെല്ലാം തെറ്റാണെന്നും 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെ കത്തോലിക്കരായ ക്രിസ്ത്യാനികൾ അർപ്പിച്ച സകല കുർബാനയും തെറ്റാണെന്നോ, 1-ാം നൂറ്റാണ്ട് മുതലോ 3-ാം നൂറ്റാണ്ട് മുതലോ വാട്ടവർ AD 300 മുതലെങ്കിലും കാണും, ഒരിക്കലും അതൊക്കെ തെറ്റാണെന്നോ ദയവ് ചെയ്ത് നിങ്ങൾ ഇനി പ്രചരിപ്പിക്കല്ലേ. മാത്രമല്ല മാർട്ടിൻ ലൂതറിന്റെ ആശയമായ ലാഹുവ എന്ന ആ ഒരു ലാറ്റിൻ വാക്കിന് ജഹോവ പതുക്കെ കത്തോലിക്കരുടെ ബൈബിളിലും കൊണ്ടുവരണം എന്നുള്ള ആ ദുഷാഢ്യം ഒന്ന് മാറ്റുന്നതിൽ തെറ്റില്ല. ബഹുസ്വരതയുടെ നാട്ടിൽ കത്തോലിക്ക സഭയ്ക്ക് 10-23 റീത്തുകൾ ഉണ്ടാകാൻ കാരണം പോലും ആ സഭ ഏതൊക്കെ നാട്ടിൽ ചെന്നോ ആ നാട്ടിലുള്ള ഏറ്റവും നല്ല കൾച്ചറുകളെല്ലാം, ബൈബിളിന് ചേരുന്ന കൾച്ചറുകളെല്ലാം ഉൾക്കൊണ്ട് റിച്വൽസ് ഇനി അല്ലെങ്കിൽ ആരാധന ക്രമീകരണം നടത്തിയതുകൊണ്ടാണ് ഇത്രയും ബഹുസ്വരത കത്തോലിക്ക സഭയിൽ. അതിനെ തകർക്കാമെന്ന് ഏതെങ്കിലും ഇൻഡിപെൻഡന്റ് പാസ്റ്റർമാർ തീരുമാനിച്ചാലോ പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്ത് പാസ്റ്റർമാർ തീരുമാനിച്ചാലോ നടക്കില്ല. കത്തോലിക്ക സഭയുടെ മുമ്പിൽ ഇതൊന്നും വില പോകില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. മാരിയോയ്ക്കും സഭയിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു അണ്ണാൻ കുഞ്ഞും തന്നാലായതുപോലെ സഭയെ പുറമേ നിന്ന് എല്ലാവരും കൂടെ വേട്ടയാടുമ്പോൾ സഭ അറിയാതെ പുതിയ പഠനങ്ങൾ കരിസ്മാറ്റിക്കാരുടെ ബലഹീനതയെ ചൂഷണം ചെയ്ത് സഭക്കകത്ത് കുത്തിക്കയറ്റുമ്പോൾ അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചാൽ അതെനിക്ക് പാപമാകുമെന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനിത് ധൈര്യമായി പ്രഖ്യാപിക്കേണ്ടി വരുന്നത്. നിർത്തുന്നതിൻ്റെ മുമ്പ് എല്ലാത്തിനും വചനം ചോദിക്കുമല്ലോ, വചനാധിഷ്ഠിതം പറയാൻ. ഈ വചനം എന്ന് പറയുന്ന താങ്കളോട് ചോദിക്കട്ടെ, താങ്കളുടെ കയ്യിലേക്ക് ബൈബിൾ തന്നാരാ? സഭയല്ലേ? മാർട്ടിൻ ലൂതർ തരുന്നതിൻ്റെ മുമ്പ് തന്നെയല്ലേ ഏത് പ്രൊട്ടസ്റ്റന്റ്, കാൽവിനിസ്റ്റോ ലൂതറിനിസ്റ്റോ ഇൻഡിപെൻഡന്റോ ഏജിയോ ആര് തരുന്നതിൻ്റെ മുമ്പ് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ കയ്യിലാണ് ബൈബിൾ ഉണ്ടായിരുന്നത്? സഭയല്ലേ തന്നെ.
സഭയാ തീരുമാനിച്ചത് ഇതിൽ ഏതാണ് ബൈബിൾ പുസ്തകം, ഏതല്ല ബൈബിൾ പുസ്തകം, എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന്. അതുകൊണ്ട് സഭയിൽ പറയുന്നതാണ് ബൈബിൾ പറയുന്ന പോലെ തന്നെ മാരിയോ സ്വീകരിക്കുക. സഭയുടെ മജിസ്റ്റേറിയം ഒരു തീരുമാനം എടുത്തിട്ട് പ്രഖ്യാപിച്ചാൽ ബൈബിൾ പറയുന്നത് പോലെ തന്നെ മാരിയോ അത് കാണും. കാരണം ബൈബിൾ എൻ്റെ കയ്യിൽ തന്നത് സഭയാണ്. മാരിയോ ജോസഫ് എന്ന് എൻ്റെ കയ്യിൽ ആദ്യമായി ബൈബിൾ എടുത്തു തരുന്നത് ബഹുമാനപ്പെട്ട പനക്കിലച്ചനാണ് 1996. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, സഭ തന്ന ബൈബിൾ ആയതുകൊണ്ട് സഭ വ്യാഖ്യാനിക്കുന്നതിൻ്റെ കൂടെ ഞാനും ഉണ്ടാവും. സഭ ഇനി ഈ പറഞ്ഞതെല്ലാം ഇപ്പോൾ ഈ പ്രൊട്ടസ്റ്റന്റുകാർ പറയുന്ന പോലെ ഇനി അങ്ങോട്ട് ആരും ദൈവം എന്ന് വിളിക്കരുത്, ഇനി അങ്ങോട്ട് ആരും കർത്താവ് എന്ന് വിളിക്കരുത്, എല്ലാവരും യഹോവ എന്നും യഹോശുവ എന്നൊക്കെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഞാനും അങ്ങനെ വിളിക്കും. അതിനകത്തൊന്നും ഒരു സംശയമില്ല. ഞാൻ പറഞ്ഞല്ലോ, തെറ്റിത്തിരുത്തും. അല്ലാതെ സഭ ആകെ അങ്കലാപ്പിലാണ് എന്ന് വരുത്തി തീർക്കുന്ന പ്രഭാഷണങ്ങൾ മാരിയോ ഇതിലെ കേട്ട് ഇതിലെ തള്ളത്തേ ഉള്ളൂ. മാപ്പ് പറയാനൊന്നും എന്നെ കിട്ടില്ല സഹോദര. അപ്പോൾ നമ്മൾ വചനത്തിലേക്കൊന്ന് തിരിച്ചു വരികയാണ്. 2 കാര്യങ്ങളാണ്. ഇപ്പോൾ കുറേ ക്രിസ്ത്യൻ ഡിഫൻഡേഴ്സ് ചെയ്യുന്ന പണി, അവർ വാക്ക് തർക്കങ്ങളിൽ വല്ലാതെ ഇടപെടും. അതായത് ഈ തർക്കശാസ്ത്രം ഇച്ചിരി പഠിച്ചവരാണ്. മാരിയോയും പണ്ട് തർക്കശാസ്ത്രം പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തത്വശാസ്ത്രം പഠിക്കുന്ന കാലത്ത് തർക്കശാസ്ത്രം എനിക്കും പഠിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം പൊതുജനത്തെ പോലെയല്ല, ചില കാര്യങ്ങൾ തർക്കശാസ്ത്രം നമുക്ക് നന്നായി മനസ്സിലാവും. തർക്കശാസ്ത്രത്തെക്കുറിച്ച് പൗലോസ് ലീഹ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതങ്ങോട്ട് വായിക്കാം. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 14 മുതൽ അങ്ങോട്ട്. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 14 മുതൽ അങ്ങോട്ട്. ആവശ്യമുള്ള മാത്രമേ ഇവിടെ വായിക്കുന്നു, എല്ലാം വായിക്കുന്നില്ല. ഇത് അവരെ അനുസ്മരിപ്പിക്കുക. ഒരാളോട് പറയും, ഇത് അവരെ അനുസ്മരിപ്പിക്കുക. വാക്കുകളെ ചൊല്ലി തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ അവരെ ദൈവസന്നിധിയിൽ ഉപദേശിക്കുക. വാക്കുകളെ ചൊല്ലി തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ അവരെ ദൈവസന്നിധിയിൽ പ്രേരിപ്പിക്കുക. ഏതെങ്കിലും ഒരാൾ പറഞ്ഞ വാക്കിന് ഇന്റർനെറ്റിൽ നിന്നൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വലിയ സംഭവമായി അവതരിപ്പിച്ച് പാവപ്പെട്ട വിശ്വാസികളിൽ വലിയ ഇടർച്ചകൾ സൃഷ്ടിച്ച് പരസ്പരം വൈരാഗ്യത്തിന്റെ ആത്മാവിനെ കുത്തിനിറച്ച് ഒരു വലിയൊരു കമ്മ്യൂണിയൽ വയലൻസിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന ആ ഒരു തർക്കശാസ്ത്രത്തെ കുറിച്ചാണ് ഞാനീ പറയുന്നത്. മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായാൽ മതി, മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇത് അവരെ അനുസ്മരിപ്പിക്കുക. വാക്കുകളെ ചൊല്ലി തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ അവരെ ദൈവസന്നിധിയിൽ ഉപദേശിക്കുക. ഇത്തരം തർക്കങ്ങൾ യാതൊരു ഗുണവും ചെയ്യില്ല, ശ്രോതാക്കളെ നശിപ്പിക്കുകയേ ഉള്ളൂ. സോഷ്യൽ മീഡിയ കയറിയിട്ട് ഇങ്ങനെയുള്ള തർക്കങ്ങൾ കൊണ്ടുവന്നാൽ ശ്രോതാക്കളെ നശിപ്പിക്കുകയല്ലാതെ ആത്മീയമായി വളർത്തില്ല. അവരിൽ വൈരാഗ്യത്തിന്റെ ആത്മാവ് മാത്രമേ വളരുകയുള്ളൂ. വൈരാഗ്യ സുവിശേഷമായി മാറിപ്പോകും. ബാക്കി, മൂഢവും ബാലിശവുമായ വാദപ്രതിവാദത്തിൽ ഏർപ്പെടരുത്. അവ കലഹങ്ങൾക്കിടയാക്കുമെന്ന് നിനക്കറിയാമല്ലോ. കർത്താവിന്റെ ദാസൻ കലഹപ്രിയനാകരുത്. എല്ലാവരോടും സൗമ്യതയുള്ളവനും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം. അയ്യോ, കർത്താവിന് വേല ചെയ്യുന്നവൻ, അത് ഏത് അർത്ഥത്തിലാണെങ്കിലും, അത് ട്രൂത്ത് ഫൈറ്ററായാണെങ്കിലും ട്രൂത്ത് ഡിഫൻഡറായിട്ടാണെങ്കിലും ട്രൂത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആരാണെങ്കിലും, കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നവർ, ത്രിയേക ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ കലഹപ്രിയനാകരുത്. കലഹത്തിന് വേണ്ടിയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. അങ്ങനെയുള്ള ഇന്റർപ്രിട്ടേഷനിലേക്ക് പോകരുത്. ഇത് ദൈവം പറഞ്ഞതാണ്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ വായിച്ചാൽ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അത് 1 കൊരിന്തോസ് 8-ാം അധ്യായം 1 മുതലാണ്. 1 കൊരിന്തോസ് 8-ാം അധ്യായം 1 മുതൽ. കൺക്ലൂഷനാണ്, ശ്രദ്ധിച്ചേ പറ്റും. ഇനി വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണ സാധനങ്ങളെ പറ്റി പറയാം. ഇക്കാര്യത്തിൽ നമുക്ക് അറിവുണ്ടെന്നാണല്ലോ സങ്കല്പം. അറിവ് അഹന്ത ജനിപ്പിക്കുന്നു, സ്നേഹമോ ആത്മീയോത്കർഷം പരത്തുന്നു. വിഗ്രഹങ്ങളെക്കുറിച്ച് അറിവുണ്ടെന്ന് പലരും വിചാരിക്കുന്നു, എന്നാൽ അത് വെറും തോന്നലാണ്. ഏത് നേരത്തെ നമ്മളൊരു വിഗ്രഹത്തിന്റെ പേര് പറഞ്ഞ അല്ലാത്ത പലർക്കും അറിയാവുന്ന വിചാരം, എന്നിട്ട് അതിന്റെ ബാക്കി പറയാണ്. ഈ അറിവുണ്ടെന്ന വിചാരം അവരിൽ അഹങ്കാരം ജനിപ്പിക്കുന്നു, അഹന്ത. എന്നാൽ സ്നേഹം അത് സൽവോർക്ക്, എന്താ പറയുക, സ്നേഹം ആത്മീയോത്കർഷം പരത്തുന്നു. സ്നേഹമാണ് നിറയേണ്ടത്, ഈ അറിവിന്റെ അഹങ്കാരമല്ല. ഈ യൂട്യൂബും ഗൂഗിൾ ആൻഡിയും ഒക്കെ ഉള്ളത് കൊണ്ട് എന്തും ആർക്കും പരതിയെടുക്കാം, എന്നിട്ട് കുറേ സ്ക്രീൻഷോട്ട് ഇടാം. അതിൽ അഹങ്കരിക്കുകയല്ല, സ്നേഹം എങ്ങനെ വളർത്തണം അതുവഴി എന്ന് പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. എന്നിട്ട് ബാക്കി, അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. ശരിയാട്ടോ, ഭയങ്കര അറിവാന്ന് വിചാരിക്കും, അറിയേണ്ട അറിയുന്നില്ല. ഞാൻ എന്നോടാ പറയുന്നത്, മാരിയോയോട്, വേറെ ആരോടും അല്ല. ഇനി വേറെ ആരെയും ഉദ്ദേശിച്ചൊന്നും വിചാരിക്കേണ്ട, എന്നോട് പറയാണ്, അറിവില്ല. എന്നാൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവൻ അംഗീകരിക്കുന്നു. വിഗ്രഹങ്ങൾ ഉറപ്പിച്ച ഭക്ഷണ സാധനങ്ങളെ പറ്റിയാണെങ്കിൽ, ലോകത്തിൽ വിഗ്രഹമെന്നൊന്നില്ലെന്നും ഏകദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും നമുക്കറിയാം. ഐ റിപ്പീറ്റ്, ഏകദൈവം മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ പറഞ്ഞില്ല, വചനമാണ് കേട്ടോ. സാഹചര്യം പറഞ്ഞുതരാം. പിന്നെ ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ആകാശത്തിലും ഭൂമിയിലും ഉണ്ട്. ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവർ, ഐ റിപ്പീറ്റ്, ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവർ ആകാശത്തിലും ഭൂമിയിലും ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെ പല ദേവന്മാരും നാഥന്മാരും ഉണ്ടല്ലോ. ഒരുപാട് ദൈവങ്ങള് ദേവതകള് എന്ന് വിളിക്കുന്ന ഒരുപാട് സംഗതികൾ ഉണ്ടല്ലോ. അങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കും ലോകത്തിൽ. സത്യത്തിൽ അങ്ങനെ ഒന്നില്ല. വിശ്വാസത്തിൽ ഒരുപാട് വളർന്നവനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ദൈവമുള്ളൂ. ഷമാ ഇസ്രായേല അദോനായ എലോഹിം അദോനായ യഹോവ, ഒറ്റ ദൈവമേ ഉള്ളൂ.
സംശയമൊന്നും വേണ്ട. പക്ഷേ എങ്കിലും ലോകത്ത് ജനങ്ങൾ ഇങ്ങനെ ഒരുപാട് അവിടെ ദൈവം ഇവിടെ ദൈവം അവിടെ വിഗ്രഹം ഇവിടെ വിഗ്രഹം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ബാക്കി പൗലോസ്ലിയ എങ്കിലും നമുക്കൊരേ ദൈവമേ ഉള്ളൂ. അങ്ങനെ ഒത്തിരി ഉണ്ടെങ്കിലും നമ്മൾ ക്രിസ്ത്യാനിക്ക് ഒരേ ദൈവമേ ഉള്ളൂ. ആരാണോ സർവവും സൃഷ്ടിച്ചത്, ആർക്ക് വേണ്ടിയാണോ നാം ജീവിക്കുന്നത്, ആ പിതാവ്, അതാണ് ഒരു ദൈവം. ഒരേ ഒരു കർത്താവേ നമുക്കുള്ളൂ. ആരിലൂടെയാണോ സർവവും ഉളവായത്, ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത്, ആ യേശു ക്രിസ്തു. എങ്കിലും ഈ അറിവ് എല്ലാവർക്കുമില്ല. ഐ റിപ്പീറ്റ്, ഈ അറിവ് എല്ലാവർക്കുമില്ല. സോഷ്യൽ മീഡിയയിൽ എന്നെ എതിർക്കുന്ന തെറിയറിയുന്ന പലർക്കും അതില്ല എന്ന് കമന്റ് വായിക്കുമ്പോൾ തോന്നാറുണ്ട്. ഇതൊന്ന് ശ്രദ്ധിച്ചേ അപ്പച്ചാമ്മച്ചി, സഹോദര സഹോദരി, ഒന്ന് ശ്രദ്ധിക്കും പ്ലീസ്. ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ കൈകൊട്ടുന്നത് ഞൊട്ടയിടുന്നൊക്കെ. ഒന്ന് ശ്രദ്ധിക്കും പ്ലീസ്. അതെ, എൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുക. മാരിയോ ജോസഫിന്റെ വിശ്വാസം പ്രഖ്യാപിക്കുക. മാരിയോ ജോസഫ് വിശ്വസിക്കുന്നത് കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തെയും സൃഷ്ടിച്ച പിതാവായ ദൈവത്തിലാണ്. അവനെ വെളിപ്പെടുത്തത് യാഹുവയുടെ നാമത്തിലാണ്. ആ ദൈവത്തിലാണ് എൻ്റെ വിശ്വാസം. ആ ദൈവത്തിന്റെ ആദിയിലേ ഉള്ള വചനവും മാംസം ധരിച്ച് മനുഷ്യനുമായ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ ക്രിസ്തുവിലാണ് എൻ്റെ വിശ്വാസം. ആ ക്രിസ്തുവിന്റെ കുരിശുമരണം മൂലം എൻ്റെ സകല പാപങ്ങളും പോക്കിയെന്നും എന്നെ ദൈവത്തിന്റെ ദത്തുമോനാക്കി എന്നതുമാണ് എൻ്റെ വിശ്വാസം. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. എന്നിലുണ്ട്, എൻ്റെ കൂടെ ഉണ്ടെന്നതാണ് എൻ്റെ വിശ്വാസം. ഈ വിശ്വാസികളുടെ കൂട്ടായ്മയാണ് പരിശുദ്ധ കത്തോലിക്ക സഭ. ഈ വിശ്വാസികൾ ഈ ക്രിസ്തുവിന്റെ രക്തശരീരം ഒരേ കാസയിൽ നിന്നും പിലാസയിൽ നിന്നും ഭക്ഷിക്കുന്ന ആളുകളാണ്. അങ്ങനെ ആയി മാറിയാൻ വേണ്ടിയാണ് ഇസ്ലാം എന്ന ഒരു കൾട്ടിൽ നിന്ന് ഞാൻ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നതും ഇന്നും ക്രിസ്ത്യാനിയായി ജീവിക്കുന്നതും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ വിശ്വാസം അനുസരിച്ച് ഇവിടെ ദൈവങ്ങളെന്ന് വിളിക്കുന്നത് ഒരുപാടുണ്ട്, ദേവതകളെന്ന് വിളിക്കപ്പെടുന്നത് ഒരുപാടുണ്ട്, പിശാചെന്ന് വിളിക്കപ്പെടുന്നത് ഒരുപാടുണ്ട്, എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ എനിക്കിതൊന്നും ഒരു വിലയില്ലാത്തതാണ്. എനിക്കൊരൊറ്റ ദൈവമേ ഉള്ളൂ പ്രപഞ്ചത്തിന്, സർവശക്തനായ ദൈവം. അറബിയിൽ റബ്ബുൽ ആലമീൻ. ഞാനത് പറയാൻ കാരണം റബ്ബെന്ന് വിളിക്കാമെന്ന് എന്നെ വിമർശിച്ച ആൾ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. റബ്ബെന്ന് വിളിച്ചോളാൻ, അല്ലാന്ന് വിളിക്കണ്ട, റബ്ബെന്ന് വിളിച്ചാൽ. അപ്പം ആ റബ്ബുൽ ആലമീൻ, പ്രപഞ്ച സൃഷ്ടാവ്. ഞാൻ ആ സൃഷ്ടാവിനെയാണ് അള്ളാഹ് എന്ന പേരിൽ അറബിയിൽ വിളിക്കേണ്ടി വരുമ്പോൾ വിളിക്കുന്നത്, ദൈവം എന്ന പേരിൽ മലയാളത്തിൽ വിളിക്കേണ്ടി വരുമ്പോൾ വിളിക്കുന്നത്. ആ പുത്രനിലും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നു. ബാക്കി ഒന്നിലും ഒരു പവറും ഇല്ല. ഐ റിപ്പീറ്റ്, ഒരു പവറും ഇല്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഗ്രഹത്തിൻ്റെ പേര് പറഞ്ഞു പോയി എന്നതുകൊണ്ട് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. അല്ല സഹോദരൻ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. താങ്കൾ എന്നോട് ഇൻഷാ അല്ലാ പറയരുത് എന്ന് പറയാനിട്ട് വീഡിയോയിൽ താങ്കൾ എത്ര പ്രാവശ്യം ഇൻഷാ അല്ലാ പറഞ്ഞിട്ടുണ്ടെന്ന് നെട്ടി നോക്ക്. 1 മണിക്കൂർ 39 മിനിറ്റ് ടോക്കിനകത്ത് താങ്കൾ എത്ര പ്രാവശ്യം ഇൻഷാ അല്ലാ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്? താങ്കൾ എത്ര പ്രാവശ്യം അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്? താങ്കൾ എത്ര പ്രാവശ്യം അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്? അത് ശരി. അപ്പൊ താങ്കൾക്ക് എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ ആവർത്തിച്ച് പറയാം. ഞാൻ പറഞ്ഞ പാപം അല്ല, തർക്കശാസ്ത്രമാണ്, തർക്കശാസ്ത്രം. താങ്കൾക്ക് ഇതൊക്കെ ഇഷ്ടം പോലെ പറയാം. എന്നെ പഠിപ്പിക്കാൻ വേണ്ടി പറയരുതെന്ന് പറഞ്ഞ് താങ്കൾക്ക് ഇഷ്ടം പോലെ പറയാം. മാരിയോ പറഞ്ഞാൽ പാപം മാപ്പ് പറയണം. പഠിപ്പിക്കാനാ മാരിയോ പറയുന്നത്. ഇതെന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ താങ്കൾ ചെയ്തതുപോലെ ഞാനും ചെയ്യുന്നു. അതുകൊണ്ട് മാപ്പും മറ്റൊന്നുമില്ല. അവസരം വന്നാൽ ഇനിയും ആവർത്തിക്കും. വെറുതെ നാട്ടിൽ കൂടെ പറഞ്ഞു നടക്കുന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പ്രൊവോക്ക് ചെയ്യുന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് ആരെയും പ്രൊവോക്ക് ചെയ്യാനൊന്നും താല്പര്യമില്ല. പക്ഷേ അറബികളായ ക്രിസ്ത്യാനികളുടെ ഇടയിൽപ്പെട്ടാൽ ഞാൻ ഇനിയും അസ്സലാമു അലൈക്കും പറയും, ഇൻഷാ അല്ലാ പറയും, അൽഹംദുലില്ലാ പറയും. സോഷ്യൽ മീഡിയയിൽ എന്നെ കേൾക്കുന്ന ഇഷ്ടം പോലെ അറബി ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്. അതുകൊണ്ട് അവർ കേൾക്കാൻ വേണ്ടി, അവർക്ക് ഈശോയോടൊരു സ്നേഹം തോന്നാൻ വേണ്ടി ഇനിയും ഞാൻ ഇടയ്ക്കൊക്കെ അസ്സലാമു അലൈക്കും പറയും, അൽഹംദുലില്ലാ പറയും, ഇൻഷാ അല്ലാ പറയും, ഓം ശാന്തിയും പറയും, നമോ വിദ്ധായയും പറയും, നമസ്കാരവും പറയും, ഈശോ മിശിഹായ്ക്ക് സ്തുതിയും പറയും. ഇതൊക്കെ മാറി മാറി പറയും. 12,000 വീഡിയോ ഉണ്ട് ചാനലിൽ, ഒന്ന് നോക്കിക്കോളൂ. ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം മാറി മാറി പറഞ്ഞിട്ടുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതി തന്നെ പറയണമെന്ന് ആരും വാശി പിടിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ തോന്നുമ്പോൾ അങ്ങനെ പറയും. ഓം ശാന്തി തോന്നുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അൽഹംദുലില്ലാ തോന്നുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും അത് ആവർത്തിക്കും. ഇതിൻ്റെ പേരിൽ എന്നെ ക്രൂശിക്കരുത്. ദയവ് ചെയ്ത് നമ്മൾ പരസ്പരമുള്ള ഇങ്ങനെയുള്ള വാഗ്വാദം, തർക്കങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് വിനയമായി പറയാനുള്ളത്. ഒന്നും കൂടെ കുറച്ചും കൂടെ ആഴമായിട്ട് ഒന്ന് പ്രാർത്ഥിച്ചാൽ, ഒന്ന് മുട്ടയിൽ ഇച്ചിരി നേരം പ്രാർത്ഥിച്ചാൽ തീരാവുന്ന വിഷയമുള്ളൂ. ഇതിൻ്റെ ബാക്കി ഇത്ര നേരം വായിച്ച 1 കൊരിന്തോസ് 8-ാം അധ്യായത്തിൻ്റെ ബാക്കി കുറച്ചൊന്ന് വായിച്ചോട്ടെ. ഇതുവരെ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിച്ച ചിലർ ഭക്ഷിക്കുന്നത് വിഗ്രഹാരാധനയുടെ മനോഭാവത്തോടെയാണ്. അവരുടെ മനസ്സാക്ഷി ദുർബലമാകിയാൽ അത് മലിനമായി തീർന്നു. ഭക്ഷണം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയില്ല. ഭക്ഷിക്കാതിരിക്കുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ യോഗ്യരോ ഭക്ഷിക്കുന്നതുകൊണ്ട് കൂടുതൽ അയോഗ്യരോ ആകുന്നില്ല. നിങ്ങളുടെ സ്വാതന്ത്ര്യം ബലഹീനർക്ക് ഏതെങ്കിലും വിധത്തിൽ ഇടർച്ചയ്ക്ക് കാരണമാകാതിരിക്കാൻ സൂക്ഷിക്കുക. അതെനിക്കിഷ്ടപ്പെട്ടു. ഇത് ശ്രദ്ധിച്ചോളൂ. ഇവിടെ പൗലോസ്ലീഹ പറയുന്നത്
യഥാർത്ഥ വിശ്വാസികൾക്കും വിശ്വാസത്തിൽ വളർന്നവർക്കും വിഗ്രഹമെന്ന് ഒന്നില്ല. അതുകൊണ്ട് അവർക്ക് വിശക്കുമ്പോൾ ഏതെങ്കിലും വിഗ്രഹത്തിന് അർപ്പിച്ച ഭക്ഷണം എന്ന് പറഞ്ഞാലും ഈസി ആയിട്ട് എടുത്ത് കഴിക്കാറുള്ളൂ. ത്രിയേക ദൈവത്തിൻ്റെ ശക്തി ശരിയാണ്. മാരിയോ ജോസഫിൻ്റെ മുമ്പിൽ അങ്ങനെ ഏതെങ്കിലും വിഗ്രഹത്തിന് അർപ്പിച്ച ആഹാരമൊക്കെ കൊണ്ടു തന്നു നന്നായി വിശന്നിരിക്കുകയാണെങ്കിൽ ഞാനത് കഴിക്കും. എന്നെ അതൊന്നും ഏക്കാമുള്ള അതിനകത്ത് കൈവശം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇന്ന് വരെ ഒരു വശം ഏറ്റിട്ടില്ല. ഏറ്റവും കൂടുതൽ അങ്ങനെ കൊണ്ടെന്ന് പറയുന്ന മുസ്ലിങ്ങളാണ്. എന്നെ തിരിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവർ ചെയ്യാത്ത മന്ത്രവാദങ്ങൾ മുഴുവനും ഇല്ല. എന്നിട്ടൊന്നും നടന്നില്ലല്ലോ. കാരണം എൻ്റെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണെന്ന് എനിക്കറിയാം. ഞാൻ നിനക്ക് പാമ്പുകളുടെയും തേളുകളുടെയും മേൽ അധികാരം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ കർത്താവിൻ്റെ കൂടെ ഞാൻ ഇറങ്ങി തിരിച്ചേ. അതുകൊണ്ട് നിങ്ങളെപ്പോലെ ചെറിയ ഷെയ്ക്കിങ്ങും ഫിയറും പേടിയും ഒന്നും നമുക്കില്ല. എന്നാൽ പൗലോസ്ലീഹ പറയാണ്, പക്ഷേ വിഗ്രഹങ്ങൾ ആരാധിച്ചു കൊണ്ടിരുന്ന കുറച്ച് പേര് പുതുതായി വിശ്വാസത്തിൽ വന്നു. അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കും, അവർക്കൊരു ടെൻഡൻസി ഉണ്ടാകും അവരുടെ പഴയ വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കാൻ. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഐ റിപ്പീറ്റ്, അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചില മുസ്ലിങ്ങളുടെ ഇടയിലൊക്കെ വെച്ചിട്ട് ഇൻഷാ അല്ലാഹും അല്ലാഹു അക്ബർ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അവരുടെ ദൈവം തന്നെ നമ്മുടെ ദൈവം എന്ന് അവർക്കൊരു തോന്നലുണ്ടാകാം. അതിനു വേണ്ടി അത് അവോയ്ഡ് ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അറബികളായ ക്രിസ്ത്യാനികൾക്ക് ആ പ്രശ്നം വരുന്നില്ല. മാത്രമല്ല ക്രിസ്ത്യാനിയുടെ ദൈവത്തെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യമുള്ള മുസ്ലിമീങ്ങൾക്ക് ആ പ്രശ്നമില്ല. മാത്രമല്ലല്ലോ സഹോദര, ക്രിസ്ത്യാനികൾ ഈ 2024 വർഷമായിട്ട് ഇപ്പോഴും ഈ കുട്ടികളെ പോലെ ജീവിച്ചാൽ മതിയോ? ഇപ്പോഴും ഈ വിഗ്രഹം എന്ന് പറഞ്ഞ് ജീവിച്ചാൽ മതിയോ? വളരണ്ടേ? അതുകൊണ്ട് ഞാൻ പറയുന്നു, എല്ലാവരെയും വളർത്താൻ വേണ്ടി സത്യങ്ങളൊക്കെ പച്ചക്ക് വിളിച്ച് പറയണം. പേടിപ്പിക്കുകയല്ല വേണ്ടത്. അത് വിഗ്രഹം ഇത് വിഗ്രഹം എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയല്ല വേണ്ടേ. ഇവരൊന്ന് വളരട്ടെ. ജനങ്ങൾ അവരുടെ വിശ്വാസത്തിലൊരു ബോധ്യം ഉണ്ടാവട്ടെ. അവർക്ക് ഇച്ചിരി കൂടി ഉറപ്പുണ്ടാവട്ടെ. ഏത് മതക്കാർ വന്നാലും ഒളിച്ചോടാൻ തോന്നാത്ത മക്കൾ നമുക്കുണ്ടാവണ്ടേ. മുസ്ലിം വന്നിട്ടില്ല 2 ഡയലോഗ് അടിക്കുമ്പോൾ പുറകെ പോകുന്നത് ഇസ്ലാം എന്താണെന്ന് നമ്മുടെ പിള്ളേർ അറിയാത്തതുകൊണ്ടല്ലേ? പഠിക്കണ്ടേ? നിരീശ്വരവാദി വന്ന് 2 ഡയലോഗ് അടിച്ച് വിളിച്ച് കാണിക്കുമ്പോൾ അവരുടെ കൂടെ നമ്മുടെ പിള്ളേർ ഇറങ്ങിപ്പോകാൻ കാര്യം തന്നെ അവർക്ക് നിരീശ്വരവാദിത്വം എന്താണെന്ന് അറിയാത്തതുകൊണ്ടല്ലേ? പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പം മറ്റു മതങ്ങളെക്കുറിച്ച് നമ്മുടെ പിള്ളേർ പഠിക്കട്ടെ. അവരെല്ലാം പഠിച്ചിട്ട് നമ്മുടെ വിശ്വാസത്തിൽ ബോധ്യപ്പെടട്ടെ, വേരുറക്കട്ടെ. അവർ സഭയ്ക്ക് മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് ചിന്തിച്ച് പഠിപ്പിക്കുന്നവരെ തടുക്കാതിരിക്കുക. കൂടുതൽ പഠിപ്പിക്കാനുണ്ടെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക. പരസ്പരം എതിർക്കുന്നതിനും തർക്കിക്കുന്നതിനും പകരം നല്ല കാര്യങ്ങൾ എന്തുമാത്രം പഠിപ്പിക്കാൻ കിടക്കുന്നു. അവസാനം ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു ധിക്കാര സ്വരമായി എടുക്കരുത്. ഇതൊരു എന്താ പറയുക, ഒരു എതിർപ്പ് സ്വരമായി എടുക്കരുത്. ഇത് സ്നേഹത്തിൽ നിന്ന് പറയുന്നതാണ്. ഞാനൊരു കത്തോലിക്കനാണ്. എനിക്കെൻ്റെ സഭയെ വ്രണപ്പെടുത്തുന്ന ഏത് പ്രവൃത്തി ആര് ചെയ്താലും ഞാൻ അതിനെ ഡിഫെൻഡ് ചെയ്തിരിക്കും. സഭ എന്നെ ഡിഫെൻഡ് ചെയ്യുന്നില്ല. അതായത് സഭാ അധികാരികളെന്ന് പറയുന്നവർ എന്നെ ഡിഫെൻഡ് ചെയ്യണമെന്നോ എന്നെ സംരക്ഷിക്കണമെന്നോ എനിക്കൊരു നിർബന്ധമില്ല. പക്ഷേ എൻ്റെ സഭയ്ക്ക് മുമ്പിൽ ഞാൻ എൻ്റെ ചോര കൊടുത്ത് മുമ്പ് തന്നെ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് ഈ മാർട്ടിൻ ലൂതറിൻ്റെ സൂത്രമായിട്ട് പതുക്കെ കത്തോലിക്ക ബൈബിളിൽ ഒരു തിരുത്തൽവാദികൾ വന്ന് വലിയൊരു തിരുത്തൽ ലോകത്ത് മൊത്തം അങ്ങ് നടത്താമെന്നുള്ളത് വെറും തെറ്റിദ്ധാരണയാണ്. അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രസന്റ്ലി ദൈവം തിരഞ്ഞെടുത്തതായതുകൊണ്ട് സ്നേഹത്തിൻ്റെ മാർഗവുമായി എല്ലാ മതക്കാരെയും കാണുന്നു, എല്ലാ മതക്കാരോടും സംസാരിക്കുന്നു, എല്ലാ മതക്കാരെയും ഗ്രീറ്റ് ചെയ്യുന്നു, എല്ലാത്തെയും ഉൾക്കൊള്ളുന്നു. അതേസമയം അദ്ദേഹം കത്തോലിക്കനാണ്, അല്ലെങ്കിൽ അദ്ദേഹം ക്രിസ്തുവിന് വേണ്ടിയാണ്, അദ്ദേഹം ക്രിസ്തുവിൻ്റെ സ്ഥാനപതിയാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഇതാണ് കത്തോലിക്ക സഭയുടെ നിലപാട്. ആ നിലപാടിൽ തന്നെ മാരിയോ ഉറച്ച് നിൽപ്പുണ്ടാകും. എനിക്ക് ഈ വീഡിയോ കേൾക്കുന്ന മുഴുവൻ കത്തോലിക്കരോടും ഹൃദയഭാഷയിൽ പറയാനുണ്ട്, ചില അകത്തോലിക്കരുടെ സൂത്രങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം. വെറുപ്പ് ഉള്ളിൽ ഉളവാകുന്ന പ്രഭാഷണത്തെ പാടെ തിരസ്കരിക്കണം. തിന്മ എന്താണെന്ന് പഠിപ്പിക്കുന്ന പ്രഭാഷണം കേട്ടോളൂ, തിന്മ തിരിച്ചറിഞ്ഞോളൂ, നോ ഇഷ്യൂ. വാക്കുകളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പാടെ ഉപേക്ഷിക്കണം. വാക്കുകളെ ചൊല്ലി അസഭ്യമായ കമൻറ്റുകളും അസഭ്യമായ ഭാഷയും ഉപയോഗിച്ച് പ്രസംഗം നടത്തുന്ന ആരിൽ നിന്നും ഒരു കാലം അകലം പാലിക്കുക. കർത്താവിനെ എത്രത്തോളം സ്നേഹിക്കുന്നോ അത്രത്തോളം മനുഷ്യനോട് കരുണയാണ് നമ്മളിൽ വളരുക. ഫിലോക്കാലിയ ഫൗണ്ടേഷൻ്റെ തത്വം തന്നെ അതാണ്. പാഷൻ ഫോർ ഗോഡ്, കമ്പാഷൻ ഫോർ ഹ്യൂമാനിറ്റി. ഐ റിപ്പീറ്റ്, പാഷൻ ഫോർ ഗോഡ്, കമ്പാഷൻ ഫോർ ഹ്യൂമാനിറ്റി. നിങ്ങൾക്ക് കർത്താവിനോട് എത്രത്തോളം സ്നേഹവും ബഹുമാനവും ആദരവും ആരാധനയും കൂടുന്നോ അത്രത്തോളം മനുഷ്യനോട് കാരുണ്യം, വാത്സല്യം, ആർദ്രത, സഹായ മനോഭാവം വളർന്നുകൊണ്ടേയിരിക്കും. അതാണ് കത്തോലിക്ക സഭയുടെ സ്പിരിച്വാലിറ്റി. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, പെട്ടെന്ന് ഓർമ്മ വന്നാൽ, വയനാട്ടിലെ വലിയ ദുരന്തം, അതായത് കേരളത്തെ നടുക്കിയ ആ ദുരന്തമുണ്ടായിട്ട് 100 ചില്ലറ ദിവസം കഴിഞ്ഞെന്നറിയാവുമല്ലോ അല്ലേ? നമ്മൾ ഓൾറെഡി 10 വീടുകൾ പണിത് അവർക്ക് താക്കോൽ കൊടുത്തു. അവരെല്ലാം ഹാപ്പിയായി താമസിക്കുന്നു. ഒരു 4 വീട് പെരിക്കല്ലൂർ എന്ന സ്ഥലത്ത് പണി കഴിഞ്ഞിട്ടുണ്ട്. ഡിസംബർ 5-ാം തീയതി നമ്മൾ വൈകുന്നേരം 4 മണിക്ക് താക്കോൽ കൊടുക്കും. ഞാൻ ഒരു റിക്വസ്റ്റ് പറയാണ്, ഭവനരഹിതനായിരുന്നപ്പോൾ എന്നെ സന്ദർശിച്ചു എന്ന കർത്താവിൻ്റെ വചനം ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന വയനാട്ടുകാരായ എൻ്റെ കൂട്ടുകാരെങ്കിലും ഈ പ്രഭാഷണം കേൾക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് വരണം, ഫംഗ്ഷനിൽ പങ്കെടുക്കണം. ലോകത്തുള്ള ബാക്കി എല്ലാവരും ഈ ഒരു ഇവൻറ്റിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ 4 കുടുംബങ്ങൾക്ക് ആധാരവും വീടും സമർപ്പിക്കുകയാണ്. പിന്നെ പറയാനുള്ളത്,
ഒരിക്കലും ഈ റിലീജിയസ് തർക്ക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സോഷ്യൽ ആക്ടിവിറ്റീസിനെ നിങ്ങൾ ഉൾപ്പെടുത്തരുത്, അവിടെയൊന്നും വന്ന് തർക്കത്തിനൊന്നും നിൽക്കരുത് എന്ന് പ്രത്യേകം പറയുന്നു. ഇങ്ങനെയുള്ളത് വീഡിയോ അപ്ലോഡ് ചെയ്യാം, അടുത്ത വീഡിയോയും വന്നുകൊണ്ടിരിക്കും. എല്ലാ കാര്യങ്ങളും ഒരു ദിവസം കൊണ്ട് പഠിക്കാനും പഠിപ്പിക്കാനും ഒന്നും പറ്റില്ല. അല്പസമയം എടുത്ത് നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കും. പരിശുദ്ധ സഭയ്ക്ക് എന്നാണോ ഇങ്ങനെ ഒരു ഡെസ്ക്, വിവിധ മതങ്ങളോട് സഭയുടെ സമീപനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന, ആധികാരികമായി പഠിപ്പിക്കുന്ന ഒരു ഡെസ്ക് ഉണ്ടാകുന്നത്, അതുവരെ മാരിയോയ്ക്ക് പറ്റുന്നത് പോലെ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.